നിങ്ങൾക്കെല്ലാവർക്കും പുതുവത്സരാശംസകൾ. ഞങ്ങളെ കേൾക്കുന്ന എല്ലാവർക്കും സ്വാഗതം. എത്ര പേർ ഇന്ന് സന്തോഷത്തോടെ ആയിരിക്കുന്നു? നിങ്ങളുടെ എല്ലാവരുടെയും കൈകൾ ഉയർന്നിരിക്കുന്ന എനിക്ക് കാണാൻ സാധിക്കും. നിങ്ങളെല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുന്നു. ഇന്ന് വളരെ അത്ഭുതകരമായ സാക്ഷ്യങ്ങൾ നമുക്ക് കേൾക്കുവാൻ ലഭിച്ചു. ഒരു സാക്ഷ്യം വന്നത് സൗഖ്യത്തെക്കുറിച്ചുള്ളതായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് റുമത്തറോയിറ്റിസ് രോഗമായിരുന്നപ്പോൾ ഒരു വെളിപ്പാട് ആ സമയത്ത് സ്വർഗീയ പിതാവ് എനിക്ക് തന്നു. സാത്താൻ ആ ലക്ഷണങ്ങളെ നമ്മുടെ ശരീരത്തിൽ കാണിക്കും, രോഗത്തിൻ്റെതായിട്ടുള്ളത്. പക്ഷെ ആ സമയമാണ് നമ്മൾ ആ ചിന്തകളെ, അങ്ങനെയുള്ള സങ്കല്പങ്ങളെ ദൂരത്താക്കി കളയേണ്ട സമയം. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്ന നിങ്ങളെല്ലാവരെയും നമ്മുടെ സാഹചര്യങ്ങളിൽ നമ്മൾ പ്രഖ്യാപിക്കണം. നിങ്ങൾക്ക് കാണാൻ സാധിക്കും, ദുഷ്ടൻ നിങ്ങളുടെ മുമ്പിൽ നിന്ന് ഓടിപ്പോകുന്ന കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആ വിശ്രമത്തിൻ്റെ സ്ഥാനം അത് ഏറ്റെടുക്കുക. നിങ്ങളതിൽ വിശ്വസിക്കുക. സ്വർഗീയ ആരോഗ്യം അത് നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്ന്. എനിക്ക് ഓർമ്മയുണ്ട്, ആ സമയത്ത് എൻ്റെ ചെവിയിൽ വന്നുകൊണ്ടിരുന്ന ശബ്ദം ഇതായിരുന്നു: പ്രിയ, നീ നിൻ്റെ സൗഖ്യം നഷ്ടപ്പെടുത്തി കളഞ്ഞു. ഞാൻ ആ ചിന്തയെ പിടിച്ചു. എന്നിട്ട് ഞാൻ പറഞ്ഞു, ഒരു മിനിറ്റ്, ഞാൻ ഒരിക്കലും സൗഖ്യം പ്രാപിക്കാൻ ആഗ്രഹിച്ചിരുന്നില്ല. എന്തുകൊണ്ടെന്നാൽ എൻ്റെ സ്വഭാവത്തിലേ രോഗമില്ല. അടുത്ത ദിവസം 12 വർഷമായിട്ട് നടക്കാതിരുന്നത് ആ മുഴുവൻ രോഗവും വിട്ടിട്ട് പോകാനിടയായി. റുമത്തറോയിറ്റിസ് മാത്രമല്ല, അതിനോട് കൂടെ എനിക്ക് ഏതൊക്കെ രോഗങ്ങളുണ്ടായിരുന്നോ അതെല്ലാം വിട്ടിട്ട് പോകാനിടയായി. അതുകൊണ്ടാണ് ബൈബിൾ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്നത്. ഒരു സ്ഥാനമുണ്ട്, വിശ്രമത്തിൻ്റെ സ്ഥാനം. അത് നമ്മൾ പിടിച്ചുകൊള്ളണം. വേറൊരാൾ പറഞ്ഞു, സാത്താൻ എൻ്റെ മുകളിൽ വന്നു. നിങ്ങൾക്കറിയാമോ, ഇതാണ് സത്യം. യേശു ക്രിസ്തുവിൻ്റെ മുകളിൽ ഒരു ദുഷ്ടാത്മാവും വരികയില്ല. അതുകൊണ്ട് ഈ വ്യാജത്തെ നിങ്ങൾ വിശ്വസിക്കാതിരിക്കുക. നിങ്ങൾക്കറിയാമോ, ഒരു വെളിച്ചത്തിനൊരു സ്വഭാവമുണ്ട്, അത് തന്നെത്താൻ അന്ധകാരത്തെ ദൂരത്താക്കി കളയും. ഞാൻ ഒരാളോട് സംസാരിക്കുകയായിരുന്നു. അവരും എന്നോട് പറഞ്ഞു, ഞങ്ങളുടെ സ്ഥലങ്ങളിലും അങ്ങനെയാണ്. ആളുകൾ ഭയപ്പെടുകയാണ് മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ അവരുടെ മുകളിലുള്ള ദുഷ്ട ആത്മാക്കൾ അവരിൽ നിന്നിറങ്ങി ഇവരുടെ മുകളിൽ വരാതിരിക്കാൻ. ഈ എല്ലാ വ്യാജത്തിൻ്റെ വിത്തുകളും പ്രാണനിൽ വിതയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രന്മാരാണ്. നിങ്ങൾ ആ സത്യത്തിൽ എത്രയധികം വിശ്രമിക്കുന്നുവോ, നിങ്ങൾ എവിടെ പോയാലും അവിടെ അന്ധകാരമുണ്ട് എങ്കിൽ നിങ്ങളുടെ ഉള്ളിലുള്ള വെളിച്ചം ആ എല്ലാ ഇരുട്ടിനെയും അവിടുന്ന് ദൂരത്താക്കി കളയും. എത്ര പേർ ഇന്ന് പുതിയ വർഷത്തിൻ്റെ ആദ്യത്തെ സന്ദേശം കേൾക്കുവാൻ ഉത്സാഹത്തോടെ ആയിരിക്കുന്നു? എനിക്ക് ഓർമ്മയുണ്ട്, കഴിഞ്ഞ വർഷം നമ്മൾ ഏത് വിഷയത്തെക്കുറിച്ചാണ് സംസാരിച്ചത്? അത് പരിശുദ്ധാത്മാവിനെ കാണിച്ചിരുന്നു. യേശുക്രിസ്തു 2 പേരെ ഒന്നാക്കുകയാണ്. ആ ഏകതയെക്കുറിച്ച് ഞാൻ പ്രസംഗിച്ചിരുന്നു കഴിഞ്ഞ വർഷം തുടങ്ങിയപ്പോൾ. എനിക്ക് വിശ്വാസമുണ്ട്, സഭ ഉണരുകയാണ് അവരുടെ ആത്മീയ തിരിച്ചറിവിൽ. ഒരു കാര്യം ഞാൻ ചെയ്യാറുണ്ട്, ഞാൻ എപ്പോഴെങ്കിലും വീട്ടിലിരുന്ന് പ്രസംഗം കേൾക്കുകയാണെങ്കിൽ പെട്ടെന്ന് കോളിംഗ് ബെൽ അടിക്കുകയാണെങ്കിൽ ഞാൻ തിരിച്ചു വന്ന് ആ പ്രസംഗം പുറകോട്ടാക്കി ആ പാട്ട് മുഴുവൻ കേൾക്കും. അതുകൊണ്ട് നിങ്ങൾ ഇവിടെ ഇരിക്കുമ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ സാവധാനതയോടെ ആയിരിക്കുക. ഈ 1 മണിക്കൂർ നിങ്ങളിവിടെ വചനം കേൾക്കുന്നത്, ഈ 1 മണിക്കൂർ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ സാഹചര്യങ്ങളും നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്നതിനെ മാറ്റുവാൻ ശക്തിയുള്ളതാണ്. അതുകൊണ്ട് എപ്പോഴെങ്കിലും എനിക്കൊരു അവസരം ലഭിക്കുമ്പോൾ ഒരാൾക്ക് ബൈബിൾ ഗിഫ്റ്റ് കൊടുക്കുവാനുള്ളത്, ഞാൻ വലിയ അക്ഷരത്തിൽ എഴുതിയ ബൈബിളാണ് അവർക്ക് ഗിഫ്റ്റ് കൊടുക്കാറുള്ളത്. മറ്റുള്ള ബൈബിളുകൾ ചെറിയ ചെറിയ അക്ഷരങ്ങളുള്ളത്, അത് വായിക്കാൻ ബുദ്ധിമുട്ടാണ് ചിലർക്ക്. എന്തുകൊണ്ടെന്നാൽ ഒരുപാട് പേർ രാത്രിയിൽ ബൈബിൾ വായിക്കുന്നവരുണ്ട്. നിങ്ങൾ രാത്രിയിൽ ബൈബിൾ തുറക്കുകയാണെങ്കിൽ അതിൽ വചനം ചെറിയ ചെറിയ അക്ഷരത്തിലാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നും. അതുകൊണ്ട് ഞാൻ ശ്രമിക്കാറുണ്ട്, ഞാൻ സമ്മാനമായി കൊടുക്കുകയാണെങ്കിൽ വലിയ അക്ഷരത്തിലുള്ള ബൈബിൾ കൊടുക്കും. നിങ്ങൾ എന്ത് ചെയ്താലും അത് എപ്പോഴും ഈ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ ചെയ്യുന്നതെല്ലാം അത് ശരിയായ രീതിയിൽ നിങ്ങൾ തീർച്ചയായും ചെയ്യണം. ഞാൻ അറിയുന്നു വചനം എത്ര ജീവനുള്ളതും ശക്തിയുള്ളതുമാണ് എന്ന് എനിക്കറിയാം. ഞാൻ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ. നിങ്ങൾ ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കുകയാണെങ്കിൽ ബൈബിൾ, നിങ്ങൾ വലിയ അക്ഷരത്തിൽ എഴുതിയ ബൈബിൾ നിങ്ങൾ കൊടുക്കണം ഗിഫ്റ്റായിട്ട്. കഴിഞ്ഞ വർഷം നമ്മൾ തുടങ്ങിയതുപോലെ ഒരു ദർശനം പിതാവ് കാണിച്ചു. അവൻ പറഞ്ഞു, അവൻ ആളുകളെ അടുത്തേക്ക് കൊണ്ടുവരികയാണ്, പുതിയ ബന്ധങ്ങളെ അവൻ സഭയിൽ ഉണ്ടാക്കുകയാണ്. എപ്പോഴും ദൈവം ആത്മീയ രൂപത്തിലാണ് ആദ്യം തുടക്കം ഉണ്ടാക്കുന്നത്, പിന്നെ അത് പ്രകടമായ രീതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ വർഷം എന്താണ് സംഭവിച്ചത്? ആത്മീയ രൂപത്തിൽ നമ്മൾ ആ വളർച്ചയെ കണ്ടു. നമ്മൾ SLSൻ്റെ തുടക്കം നമ്മൾ കണ്ടു. എനിക്കിത് വിശ്വാസമാണ്, ഈ വർഷം നമ്മുടെ ആത്മീയ രൂപത്തിൽ പ്രകടമായ രീതിയിൽ ആ വളർച്ച നമ്മൾ കാണാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉത്സാഹത്തോടെ ആയിരിക്കുക. എനിക്കറിയാം പിതാവ് ബന്ധങ്ങളിൽ ചില കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ്. അത് നിങ്ങളുടെ പിതാവിനോട് മാതാവിനോട് കൂടിയുള്ള ബന്ധമാണെങ്കിലും സഹോദരങ്ങളുടെ കൂടെയുള്ള ബന്ധമാണെങ്കിലും എനിക്ക് വിശ്വാസമുണ്ട്, ആ ബന്ധങ്ങൾ അതിനെ ഉറപ്പിക്കാൻ പോവുകയാണ് യേശുക്രിസ്തു ഈ വർഷം. ഒരു ദർശനം എനിക്ക് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ലഭിച്ചു. ഒരു വെള്ളത്തിൻ്റെ വലിയ ടാങ്ക്, അതിലൊരു പൈപ്പുണ്ട്. പക്ഷേ നിങ്ങൾ പൈപ്പ് തുറക്കുമ്പോൾ അതിൽ നിന്നും വെള്ളമല്ല പുറത്തേക്ക് വരുന്നത്, പാലാണ് അതിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. അവൻ പറയുകയാണ്, തിരിച്ച് വീണ്ടും നിങ്ങൾക്ക് ആ പാല് തരേണ്ട ആവശ്യമാണ്.
വളരെ ആവശ്യമാണ്. നിങ്ങൾ ആ അടിസ്ഥാനം വീണ്ടും ഉറപ്പിക്കണം ആ നീതിയെക്കുറിച്ചുള്ള വിഷയത്തിൽ. അതുകൊണ്ട് ഇന്ന് ഈ സന്ദേശം നമ്മളിവിടെ എടുത്തത്. ഞാനിവിടെ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുന്നു, കൃപയും സമൃദ്ധിയായ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിലുണ്ടാവും. നമ്മൾക്ക് നോക്കാം, ഉൽപ്പത്തി മുതൽ നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് നമ്മൾ ആഴത്തിലിറങ്ങും. എങ്ങനെയാണ് ആദമും ഹൗവയും പാപത്തിൽ വീണതിനെക്കുറിച്ച് നമ്മൾ പഠിക്കും. ഈ മുഴുവൻ മാസവും നമ്മൾ നീതിയെക്കുറിച്ചുള്ള അടിസ്ഥാനം അത് അധികമായി നമ്മൾ ഇട്ടുകൊണ്ടിരിക്കും. നിങ്ങളിപ്പോൾ എൻ്റെ ശബ്ദം മാത്രമല്ല കേൾക്കാൻ പോകുന്നുള്ളൂ, മറ്റുള്ള പുത്രന്മാരും വന്ന് നിങ്ങളുമായിട്ട് ആ വചനങ്ങൾ പങ്കുവയ്ക്കും. എന്തുകൊണ്ടെന്നാൽ പരിശുദ്ധാത്മാവ് പഠിപ്പിക്കുകയാണ്. നമ്മൾ SLSനെ കുറിച്ച് കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ ചണ്ഡീഗഡിലേക്ക് യാത്ര പോവുകയാണ്. അവിടെ മറ്റുള്ള ശുശ്രൂഷകളിലേക്ക് ഞാൻ പോകും. അതുകൊണ്ട് നമ്മൾ നീതിയുടെ പഠനം നമ്മൾ എടുത്തത്, അതിൻ്റെ അടിസ്ഥാനം നിങ്ങളുടെ ഉള്ളിൽ അധികമായിട്ട് ഉറയ്ക്കണം. പുതിയ കാര്യങ്ങൾ സ്വർഗീയ പിതാവിനെ പഠിപ്പിച്ചു. എന്തുകൊണ്ടാണ് നിങ്ങൾ എല്ലാ ഞായറാഴ്ചയും ബുധനാഴ്ചയും നിങ്ങൾ ഇവിടെ ഈ സ്ഥലത്ത് വചനം കേൾക്കുവാൻ വരുന്നത്? അത് നിങ്ങൾ ഒരു വചനം ഹെബ്രോനിൽ ലഭിച്ചു. നോക്കൂ, എല്ലാം പുതിയതായിരിക്കുകയാണ്. എന്തൊക്കെ യേശുക്രിസ്തുവിലുണ്ടോ നിങ്ങളെല്ലാവരും ഒരു പുതിയ സൃഷ്ടിയാണ്. പഴയതെല്ലാം കഴിഞ്ഞുപോയി. നോക്കുക, എല്ലാം അത് പുതിയതായിരിക്കുന്നു. ആ നോക്കൂ എന്നുള്ള ഭാഗം അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? അത് വചനം കേൾക്കുന്നതിലൂടെയാണ്. നമ്മൾ കേൾക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് നിങ്ങൾ വചനം കേൾക്കുന്നില്ല എങ്കിൽ എങ്ങനെ നിങ്ങൾ ആ പ്രവൃത്തികളെ കാണും? എന്താണ് നിങ്ങൾ അത് നോക്കുമ്പോൾ നിങ്ങൾ അത് എന്താണ് സംഭവിക്കുന്നത്? അത് നിങ്ങൾ ഗ്രഹിക്കുവാനിടയാകും. പിതാവിനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഞാനത് ചിന്തിച്ചു, ഞാൻ എങ്ങനെ ആ രോഗത്തിൽ നിന്നും ഞാൻ സൗഖ്യം പ്രാപിച്ചു എൻ്റെ ജീവിതത്തിൽ. അവൻ പറഞ്ഞു, എന്തുകൊണ്ടെന്നാൽ നീ ക്രൂശിനെ കണ്ടു, നീ ആ പുതിയ സൃഷ്ടിയെ കണ്ടു, നീ നിന്റെ അവകാശം യേശു ക്രിസ്തുവിൻ്റെ കൂടെ രക്തത്തിലൂടെയുള്ള അവകാശത്തെ നീ കണ്ടു. ആ കാര്യങ്ങൾ കണ്ടതിന് ശേഷം ഞാൻ വിശ്രമിക്കുവാനിടയായി. എങ്ങനെയാണ് നമ്മളിത് ഗ്രഹിക്കുന്നത്? നമ്മൾ ആദ്യം അവനെക്കുറിച്ച് അറിയുന്നു, അതിനെ ഗ്രഹിക്കുന്നു, അവനിൽ വിശ്വസിച്ചുകൊണ്ട് നമ്മൾ വിശ്രമത്തിൽ ആയിരിക്കുമ്പോൾ. എന്നെ ആരെങ്കിലും ഇത് കാണിക്കുന്നില്ല എങ്കിൽ എൻ്റെ അവകാശങ്ങളെക്കുറിച്ച് ഞാൻ ഒരിക്കലും എനിക്കത് ഗ്രഹിക്കുവാൻ സാധിക്കില്ലായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്ക് ആ രോഗമുണ്ടായിരുന്നപ്പോൾ ഒരു ദർശനം എനിക്ക് ലഭിച്ചു. അതിൽ ഞാനിങ്ങനെ കണ്ടു, എൻ്റെ വയറ്റിൽ ഒരു വ്യാജം പോലെ ഒന്ന് ഞാൻ കാണുവാനിടയായി. ഞാൻ പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു, മുഴുവൻ ലോകവും ഇത് സംഭവിക്കുന്നുവെങ്കിൽ നിനക്കും ഉണ്ടാവണമെന്നില്ല, ഇത് വ്യാജമാണ്, ഇതിൻ്റെ മുകളിൽ മുന്നമേ വിജയം പ്രാപിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സത്യം കാണിച്ചു. ആ സത്യം പിടിച്ചുകൊണ്ട് ഞാൻ വിശ്രമത്തിലായിരുന്നു. പിന്നെ ഞാനത് സ്വീകരിച്ചു. അതുകൊണ്ട് നിങ്ങൾ എന്തുകൊണ്ടാണ് ഇവിടെ വരുന്നത്? അതെന്തിനെന്നാൽ നിങ്ങൾ വചനം കേൾക്കണം, അത് ഗ്രഹിക്കണം. നിങ്ങൾ അറിയാത്തിടത്തോളം നിങ്ങൾക്ക് എങ്ങനെ അത് ഗ്രഹിക്കുവാൻ സാധിക്കും? എനിക്ക് വളരെ സന്തോഷം തോന്നി. ഗീതവും ഒരു പ്രസംഗം എടുത്തു ശാപത്തെക്കുറിച്ചുള്ളത്. നമ്മൾ ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ടിരിക്കുകയാണ്. നിങ്ങൾ അറിയുന്നില്ല എങ്കിൽ എങ്ങനെ നിങ്ങൾ അതിനെ ഗ്രഹിക്കുവാനിടയാകും? ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരുന്നപ്പോൾ എനിക്ക് കാണുവാനിടയായി, അതിൽ ഒരു ശാപം, ആ ശാപത്തെക്കുറിച്ച് എഴുതിയിരുന്നത് അത് വ്യഭിചാരമാണ്. വ്യഭിചാരം അത് ഒരു ശാപത്തിൻ്റെ രൂപത്തിലാണ് വന്നത്. നിങ്ങൾ ഒരാളെ വിവാഹം കഴിക്കുന്നു, പക്ഷെ വേറൊരാളുമായി ബന്ധം നടത്തുന്നു. ഇപ്പോൾ സഭ ഉണർന്നിരിക്കുകയാണ്. നമ്മൾ അങ്ങനെയുള്ള എല്ലാ ശാപത്തിൽ നിന്നും, വ്യഭിചാരത്തിൻ്റെ ശാപത്തിൽ നിന്ന് നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ്. നിങ്ങൾ ഓർക്കുക, ഇപ്പോൾ നിങ്ങൾ പിതാവിൻ്റെ നീതിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ പിതാവ് അബ്രഹാമിന് വേണ്ടി എന്താണ് ചെയ്തത്? അബ്രഹാം അവരുടെ ഭാര്യ സാറയെ അബീമലേക്കിൻ്റെ കയ്യിൽ കൊടുത്തപ്പോൾ എൻ്റെ സഹോദരിയാണ് എന്ന് പറഞ്ഞ് ഇല്ല. ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, അബ്രഹാം ന്യായപ്രമാണത്തിന് മുകളിലായിരുന്നു, അവൻ കൃപയുടെ അധീനനായിരുന്നു. അതിൽ നിന്നും അതിനേക്കാൾ വലിയൊരു വാഗ്ദത്തത്തിന് കീഴിലാണ് നമ്മൾ. അതുകൊണ്ട് എല്ലാ മെസ്സേജുകളും ചിത്രങ്ങളും നിങ്ങൾ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ കാണുന്നത് നിങ്ങൾ വായിക്കണം. എന്തുകൊണ്ടെന്നാൽ അതെല്ലാം വെളിപ്പാടുകളാണ് പ്രസംഗത്തിൻ്റെ സമയത്തെടുക്കുന്നത്. നമ്മൾ അത് കാണാത്തിടത്തോളം, അറിയാത്തിടത്തോളം നമ്മൾ അങ്ങനെ അതിനെ ഗ്രഹിക്കും. നിങ്ങളത് കാണുമ്പോൾ, അതിനെ അറിയുമ്പോൾ, പിന്നെ നിങ്ങൾ അതിനെ ഗ്രഹിക്കുവാനിടയാകും. പിന്നെ നിങ്ങൾക്ക് നന്ദി അർപ്പിക്കാൻ സാധിക്കും പിതാവിന്. പിതാവേ നന്ദി, അങ്ങയുടെ കൃപ അതെൻ്റെ ബന്ധത്തിലുണ്ട്, എൻ്റെ ഭർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ, എൻ്റെ ഭാര്യയുമായിട്ടുള്ള ബന്ധത്തിൽ, ആ ബന്ധത്തിലുണ്ട്. ആ കൃപ അത് നമ്മളെ ഒന്നാക്കി വയ്ക്കുന്നു. നിങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. നമുക്ക് ഇപ്പോൾ നോക്കാം. ആദമും ഹൗവയും പാപം ചെയ്തപ്പോൾ ആ സമയത്ത് എന്താണ് സംഭവിച്ചത്? ഇന്ന് നമ്മൾ ആ അടിസ്ഥാനത്തിൻ്റെ തുടക്കമിടുകയാണ്, ആ നീതിയെക്കുറിച്ചുള്ളതിനെക്കുറിച്ച്. എല്ലാവരും ഈ പിക്ചർ കാണാൻ സാധിക്കുന്നുണ്ടോ?
വരും. നമുക്ക് വചനം വായിക്കാം. ഏറ്റവും ആദ്യം റോമർ അതിൻ്റെ 5-ാം അധ്യായം മുതൽ നമുക്ക് വായിക്കാം. അതിൻ്റെ 12-ാം വാക്യം. നിങ്ങളെല്ലാവരും ഉണരുന്നു, നിങ്ങൾ ജീവിക്കുന്നു. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും. അതാരായിരുന്നു ആ ഏക മനുഷ്യൻ? ആദം. ഞാനും നിങ്ങളും പാപം ചെയ്തിരുന്നു. പാപം ലോകത്തിൽ അങ്ങനെയാണ് വന്നത്. ആരാണ് പാപം ചെയ്തത്? എഴുതിയിരിക്കുകയാണ്, ആദം പാപം ചെയ്തു. അതുകൊണ്ട് ഏക മനുഷ്യനാൽ പാപവും, പാപത്താൽ മരണവും ലോകത്തിൽ കടന്നു. ഇങ്ങനെ എല്ലാവരും പാപം ചെയ്യുകയാൽ മരണം സകല മനുഷ്യരിലും പരന്നിരുന്നു. ഒരു പാപം വന്നു. അതെങ്ങനെയായിരുന്നു? ഒരു ക്യാൻസർ പോലെ അത് മുഴുവൻ അവയവങ്ങളിലും പതിയെ പതിയെ അത് വ്യാപിച്ചു. ആരും ഒന്നും ചെയ്യാത്തവരെ പോലും അത് തിന്നുകളഞ്ഞു. ആരാണ് പാപം ചെയ്തത്? ആദം പാപം ചെയ്തു. അതിനാൽ മരണം ഈ ലോകത്തിലേക്ക് വന്നു. ഏറ്റവും ആദ്യം ആദമിനാണ് അത് വന്നത്. അതിനുശേഷം ആദമിൽ നിന്ന് ജനിച്ച മുഴുവൻ വംശത്തിനും എല്ലാ സൃഷ്ടികൾക്കും. അപ്പോഴാണ് നമ്മൾ പ്രശ്നത്തെ നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത്. ഇതിനെക്കുറിച്ച് ഞാൻ വായിച്ചു കൊണ്ടിരുന്നപ്പോൾ സമാധാനം അത് ഒരു ശരിയായ രീതിയെ കൊണ്ടുവരുന്നു. ഏത് നിമിഷം ആദമും ഹവ്വയും പാപം ചെയ്തോ മുഴുവൻ സൃഷ്ടിയും ആദമിനാലും ഹവ്വയാലും പാപത്തിൽ വീഴപ്പെട്ടു പോയി. സിംഹം അത് മനുഷ്യനെ ഭക്ഷിക്കുവാൻ തുടങ്ങി, കുഞ്ഞാടുകളെ ഭക്ഷിക്കുവാൻ തുടങ്ങി. ഇതിനെ ഇങ്ങനെയല്ല സൃഷ്ടിച്ചിരുന്നത്. അതുകൊണ്ട് യേശു ക്രിസ്തു വന്നു ആ മുഴുവൻ പ്രശ്നത്തിലായിരുന്നതിനെയും ഒരു ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി. അതുകൊണ്ടാണ് എല്ലാത്തിൻ്റെയും തുടക്കം നിങ്ങളിൽ നിന്നാണ് നടക്കുന്നത്. ഏറ്റവും ആദ്യത്തെ രീതി വരുന്നത് നിങ്ങളുടെ സൗഖ്യത്തിലാണ്. പിന്നെ ആ സ്വർഗീയ ആരോഗ്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. എന്തുകൊണ്ടെന്നാൽ ഏതൊക്കെ രോഗങ്ങളുണ്ടോ അത് ഒരു രീതിയിലുള്ള പ്രശ്നത്തെയാണ് അത് കാണിക്കുന്നത്. ആ സ്വർഗത്തിൽ നിന്നുള്ള സമാധാനം അത് നിങ്ങളുടെ ശരീരത്തിലേക്ക് വരികയാണ്. അത് നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് മേഖലയിലാണെങ്കിലും എന്തെങ്കിലും രീതിയിലുള്ള പ്രശ്നം അവിടെ ഉണ്ട് എങ്കിൽ പരിശുദ്ധാത്മാവ് അവിടെ ഒരു ശരിയായ രീതി അവൻ കൊണ്ടുവരികയാണ്. ഇതേ പ്രവൃത്തിയാണ് സ്വർഗത്തിൽ നിന്നുള്ള സമാധാനം വരുമ്പോൾ ഈ ശരിയായ രീതിയിൽ കൊണ്ടുവരുന്നത്. എങ്ങനെയാണ് നിങ്ങൾ ആ ശരിയായ രീതിയെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? നിങ്ങൾ ക്രൂശിനെ നോക്കുമ്പോൾ, നിങ്ങളത് തിരിച്ചറിയുമ്പോൾ, ഇനി നിങ്ങൾ ആദമിൽ നിന്നുള്ളവരല്ല. ആദമിൻ്റെ മുഴുവൻ ജീവിതവും അതൊരു പ്രശ്നത്തിൻ്റെ മേഖലയിലായിരുന്നു. പക്ഷെ നിങ്ങൾ ക്രൂശിനെ നോക്കുമ്പോൾ നിങ്ങൾ അറിയുകയാണ്, നിങ്ങൾ മറ്റൊരാദത്തിൽ നിന്നാണ്, യേശു ക്രിസ്തുവിൽ നിന്ന്. എൻ്റെയും നിങ്ങളുടെ അവകാശം ആ രീതിയെ കണ്ട് നമ്മൾ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആ സമാധാനം നമ്മുടെ അറിവിനേക്കാൾ മുകളിലായിട്ടുള്ളത്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, പിതാവിൻ്റെ രീതി അത് എത്ര സൗന്ദര്യമുള്ളതാണ്. ഇതാണ് പിതാവിൻ്റെ ഹൃദയം. ഏതൊക്കെ സഭകളുണ്ടോ, ബിലവഡ് സഭ, അത് ശരിയായ രീതിയെ അവരുടെ ജീവിതത്തിൽ കാണണം. അവൻ്റെ സമാധാനം നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമ്മൾ അനുഭവിക്കുവാനിടയാകണം. ഇതേ പ്രവൃത്തിയാണ് യേശു ക്രിസ്തു ചെയ്തത്. അവൻ ഈ ലോകത്തിലായിരുന്നപ്പോൾ എവിടെയൊക്കെ അവൻ പോയോ, എവിടെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നോ അവിടെ അവൻ ശരിയായ രീതി അവൻ കൊണ്ടുവരുവാനിടയായി. അതുകൊണ്ട് അവിടെ കൊടുങ്കാറ്റ് വന്നപ്പോൾ പടകിൽ അവൻ ആ കൊടുങ്കാറ്റിനെ ശാന്തമാക്കി. ചിലരുടെ ശരീരത്തിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കുന്നില്ല, അവിടെ അവൻ ശരിയായ രീതി കൊണ്ടുവരുവാനിടയായി. എല്ലാ പ്രവൃത്തികളും യേശു ക്രിസ്തു ചെയ്തത് നമ്മൾ കാണുന്നത് അവൻ ശരിയായ രീതി അവിടേക്ക് കൊണ്ടുവരികയാണ്. അതേ പ്രവൃത്തിയാണ് ഇപ്പോൾ ഞാനും നിങ്ങളും നമ്മൾ എവിടെയൊക്കെ പോയാലും ചെയ്യുന്നത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? അടുത്ത പ്രാവശ്യം നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം തിരിച്ചറിവ് തരാൻ ശ്രമിച്ചാൽ നിങ്ങൾ പാപിയാണ് എന്ന്, നിങ്ങൾ നിങ്ങളുടെ പ്രാണനെ നിങ്ങൾ ഉറപ്പിക്കണം, പ്രഖ്യാപിക്കണം, ഇനി ഞാൻ പാപിയല്ല. ഒരു സമയത്ത് ഞാൻ പാപിയായിരുന്നു. പാപം ആദം ചെയ്തതിലൂടെ, പാപത്തിലൂടെ മുഴുവൻ ജാതിയും പ്രശ്നത്തിലായി തീരുവാനിടയായി. ഞാൻ നിങ്ങളോട് പറഞ്ഞു എങ്ങനെയാണ് ആദ്യം ഞാൻ ലോകത്തെ നോക്കുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ സൃഷ്ടിയിൽ ഞാൻ കാണുമായിരുന്നു. സ്വർഗീയപിതാവ് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും ചെയ്തു? അവൻ ചെയ്തു. അവൻ്റെ ഏകജാതനെ പുത്രനെ നൽകി. എന്തിന്? അതിനെ എല്ലാം ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, മുഴുവൻ സൃഷ്ടികളും വളരെ ആശയോടെ പുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുകയാണ് ആ ശരിയായ രീതിക്ക് വേണ്ടി. മുന്നോട്ട് നമുക്ക് നോക്കാം. 13-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പാപമോ ന്യായപ്രമാണം വരെ ലോകത്തിലുണ്ടായിരുന്നു, എന്നാൽ ന്യായപ്രമാണം ഇല്ലാതിരിക്കുമ്പോൾ പാപത്തെ കണക്കിടുന്നില്ല. എങ്കിലും വരുവാനുള്ളവന്റെ പ്രതിരൂപമായ ആദമിന്റെ ലംഘനത്തിന് തുല്യമായി പാപം ചെയ്യാത്തവരിലും മരണം ആദം മുതൽ മോശ വരെ വാണിരുന്നു. നിങ്ങൾ പാപം ചെയ്തത് കൊണ്ടാണ് നിങ്ങൾ പാപികളായത്. ആദം പാപം ചെയ്തത് കൊണ്ടാണ്. ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നം കാണുന്നുവെങ്കിൽ അവിടെ ശരിയായ രീതിയില്ലാത്തത് ഞാൻ എന്തെങ്കിലും തെറ്റായ കാര്യം ചെയ്തത് കൊണ്ടല്ല. ചിലപ്പോൾ ആദം ചെയ്ത പാപം അതിൽ നിന്ന് ആ രക്തത്തിലൂടെ അത് സഞ്ചരിച്ച് വരികയാണ്. അതുകൊണ്ട് എനിക്ക് എന്നും വചനത്തിൽ നോക്കേണ്ട ആവശ്യമുണ്ട്. എനിക്ക് ക്രൂശിലേക്ക് നോക്കേണ്ട ആവശ്യമുണ്ട്.
എന്തുകൊണ്ടെന്നാൽ ആ എല്ലാ മേഖലയും എൻ്റെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ ആ മേഖലകളെ അത് ശരിയാക്കുകയാണ്. അതുകൊണ്ട് പൗലോസും എഫേസ്യർക്ക് സഭയ്ക്ക് എഴുതുകയാണ്, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ, ആ അറിവിൻ്റെ കണ്ണുകൾ അത് പ്രകാശമുള്ളതായി തീരണം. എന്തിന്? നിങ്ങളുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കപ്പെടുമ്പോൾ നിങ്ങൾ കാണുവാൻ സാധിക്കണം, നിങ്ങൾ ഗ്രഹിക്കണം നിങ്ങളുടെ അവകാശങ്ങൾ എന്താണെന്ന്. നിങ്ങൾ വചനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ഈ മേഖലയിൽ പ്രശ്നമുണ്ട്, പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുകയാണ് ആ മേഖലയിൽ പിന്നെ ശരിയായ രീതി കൊണ്ടുവരുവാൻ വേണ്ടി. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇതിൻ്റെ 15-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, എന്നാൽ ലംഘനത്തിൻ്റെ കാര്യവും കൃപാവരത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ ലംഘനത്താൽ അനേകർ മരിച്ചു, എങ്കിൽ ദൈവകൃപയും ഏക മനുഷ്യനായ യേശു ക്രിസ്തുവിൻ്റെ കൃപയാലുള്ള ദാനവും അനേകർക്ക് വേണ്ടി ഏറ്റവും അധികം കവിഞ്ഞിരിക്കുന്നു. ഏകൻ പാപം ചെയ്തതിൻ്റെ ഫലവും ദാനത്തിൻ്റെ കാര്യവും ഒരുപോലെയല്ല. ഏകന്റെ പാപം ശിക്ഷാതി കൽപ്പിക്കാൻ ഹേതുവായി തീർന്നു. കൃപാവരമോ അനേക ലംഘനങ്ങളെ മോചിക്കുന്ന നീതീകരണ വിധിക്ക് ഹേതുവായി തീർന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? ആളുകൾ നീതിമാന്മാരാവണമെന്നുള്ളത്. നിങ്ങൾ ക്രിസ്തുവിലല്ല എങ്കിൽ നിങ്ങൾക്ക് ആ പ്രശ്നത്തെ കാണാൻ സാധിക്കും, ആ മരണത്തെ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും. അത് ഇവിടെ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിലും, നിങ്ങളുടെ ബന്ധത്തിലാണെങ്കിലും, നിങ്ങളുടെ പഠനത്തിലാണെങ്കിലും, എല്ലാ മേഖലയിലും ആ മരണത്തെ നിങ്ങൾ കാണുവാൻ ഇടയാകും. പക്ഷേ നിങ്ങൾ യേശു ക്രിസ്തുവിലാണെങ്കിൽ, യേശു ക്രിസ്തു നിങ്ങളുടെ മുഴുവൻ ജീവിതത്തിലേക്ക് പിതാവിൻ്റെ മുമ്പിൽ നിങ്ങളെ നീതിമാന്മാരാക്കിയിരിക്കുകയാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ അങ്ങനെയുള്ള വചനം പറഞ്ഞു, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾക്ക് മരണം ലഭിക്കണം, സമൃദ്ധിയായ മരണം പ്രാപിക്കണമെന്ന്. ഇല്ല, മരണം അത് ആദമിലൂടെയാണ് വന്നത്. യേശുക്രിസ്തു വന്നു, ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ ജീവൻ പ്രാപിക്കണം, സമൃദ്ധിയായ ജീവൻ. അവൻ മരണത്തിന് ശേഷം ഉള്ള ജീവനെ കുറിച്ചാണ് പറഞ്ഞത്. അല്ല, ഈ ലോകത്തിൽ ഇപ്പോൾ ആ ജീവൻ എങ്ങനെയാണ് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത്? അത് പ്രാപിക്കാൻ സാധിക്കുന്നത് ആ നീതിയെക്കുറിച്ചുള്ള അറിവ് നിങ്ങളുടെ ഉള്ളിൽ ഉണരുമ്പോഴാണ്. അതുകൊണ്ട് സാത്താൻ ഇത് ഭയങ്കര വിരോധമാണ്, നീതിയെക്കുറിച്ചുള്ള പ്രസംഗം. നിങ്ങൾ അറിയുകയാണ് നിങ്ങൾ ഇനി പാപികളല്ല, നിങ്ങൾ ആദമിൽ നിന്നല്ല, നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ വിടുവിക്കപ്പെട്ടിരിക്കുകയാണ് എന്ന് അവനറിയാം. ആ നീതിയിലൂടെ ആ സമൃദ്ധിയായ കൃപ അത് ലഭിക്കുമെന്ന്. എത്രയധികം നിങ്ങൾ ഈ നീതിയെക്കുറിച്ചുള്ള ബോധത്തിൽ നിങ്ങൾ ഉണരുന്നുവോ, ഞാൻ പിതാവിൻ്റെ മുമ്പിൽ ശരിയാണ് യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിലൂടെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾ വിജയാളിയായി ആ വിജയത്തെ നിങ്ങൾ കാണുവാനിടയാകും. ഇത് അടിസ്ഥാനമാണ് നമ്മൾ ഇടാൻ ആഗ്രഹിക്കുന്നത്. പിന്നെ ഏതൊക്കെ എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒന്നിനു വേണ്ടി ഒരുപാട് സമയമായിട്ട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുകയായിരുന്നിരിക്കുക, അതും നിങ്ങൾക്ക് വളരെ ലളിതമായി നിങ്ങളുടെ ജീവിതത്തിൽ പൂർത്തീകരിക്കപ്പെടുന്ന നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ആ വെളിപ്പാട്, ആ ചിന്തയുടെ അറിവ്, അത് പിതാവ് ആഗ്രഹിക്കും നമ്മൾ അതിൽ ഉണരണമെന്ന്. അത് നമ്മുടെ ഹൃദയ കണ്ണുകൾ പ്രകാശിക്കപ്പെടണം. പരിശുദ്ധാത്മാവ് അങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്. ഏറ്റവും ആദ്യം ആ സത്യം അവൻ നമ്മളോട് പറയുകയാണ്. ആ സത്യത്തിലൂടെ നമ്മുടെ കണ്ണ് തുറക്കപ്പെടുകയാണ്. ആ സത്യം നമ്മളിലേക്ക് എത്തപ്പെടുമ്പോൾ പിന്നെ നമ്മൾ വിശ്രമിക്കുകയാണ്. ആ സത്യത്തിൽ നമ്മൾ നമ്മുടെ വേരിനെ അധികമായി പിടിക്കുകയാണ്. ഈ അവകാശം എൻ്റേതാണ്, എനിക്കിതിൻ്റെ പുറകെ ഓടേണ്ട ആവശ്യമില്ല. പക്ഷേ ഏറ്റവും ആദ്യം എന്താണ്? ഞാൻ നോക്കുകയാണ് വചനത്തെ. എത്രയധികം ഞാൻ വചനത്തെ നോക്കുന്നുവോ കേൾക്കുന്നുവോ എന്താണ് സംഭവിക്കുന്നത്? എൻ്റെ പ്രാണൻ പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. അത്രയധികം അവകാശങ്ങൾ എന്നോട് കൂടിക്കൊണ്ടേയിരിക്കും. മുന്നോട്ട് നമുക്ക് വായിക്കാം. 17-ാം വാക്യം, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ കൃപയുടെയും, ആരാണ് അത്? ആദം. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. ആ മേഖലകളിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ നിങ്ങൾ എങ്ങനെയാണ് വിജയാളിയാകാൻ നിങ്ങൾക്ക് സാധിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. ആ നീതിയുടെ സമ്മാനം, ദാനം യേശുക്രിസ്തുവിലൂടെ പ്രാപിക്കുന്നവർ അവരവരുടെ ജീവിതത്തിൽ വാഴുവാനിടയാകും. നിങ്ങളുടെ സാമ്പത്തിക മേഖലയാണെങ്കിലും നിങ്ങളുടെ ബന്ധങ്ങളാണെങ്കിലും നിങ്ങൾ വിജയാളികളാകും, നിങ്ങൾ വാഴുവാനിടയാകും. നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾ നീതിയാണ് സ്വർഗീയ പിതാവിൻ്റെ യേശുക്രിസ്തുവിലൂടെ. ഇതേ സന്ദേശം നമ്മൾ ഈ മുഴുവൻ മാസവും നമ്മൾ കേൾക്കാൻ പോവുകയാണ്. നമ്മൾ പഠിക്കും എങ്ങനെയാണ് നീതി നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ല, ആ നീതി യേശുക്രിസ്തു നമ്മളെ നീതിയാക്കിയത് കൊണ്ട് അധികമായി നമ്മൾ ഈ സത്യത്തിൻ്റെ ആഴത്തിലേക്ക് നമ്മൾ ഇറങ്ങുവാനിടയാകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, നമ്മൾ വായിച്ചു, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകൻ നിമിത്തം വാണുവെങ്കിൽ
കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ. യേശുക്രിസ്തു ഈ നീതിദാനം എന്നുള്ളതിൻ്റെ അർത്ഥം അത് സമ്മാനമാണ്. നിങ്ങൾക്ക് സമ്മാനം ലഭിക്കുമ്പോൾ ഒരു പ്രവൃത്തിയുണ്ട് നിങ്ങൾ ചെയ്യേണ്ടത്. അതെന്താണ്? നിങ്ങളത് സ്വീകരിക്കണം, ആ സമ്മാനത്തെ. എന്തുകൊണ്ടെന്നാൽ ആരെങ്കിലും നിങ്ങൾക്കൊരു സമ്മാനം നൽകുമ്പോൾ അത് നിങ്ങൾ ആ സമ്മാനത്തിന് വേണ്ടി എന്തെങ്കിലും അധ്വാനിച്ചത് കൊണ്ടല്ല, അത് നിങ്ങൾക്ക് ദാനമാണ്. അത് നിങ്ങൾ സ്വീകരിക്കുക മാത്രം ചെയ്യണം. എന്തുകൊണ്ടെന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു സമ്മാനം തരുമ്പോൾ നിങ്ങൾ അത് സ്വീകരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. എനിക്ക് തോന്നാറുണ്ട്, ചിലർ പറയുന്നു എനിക്ക് സമ്മാനങ്ങൾ ഇഷ്ടമല്ല എന്ന്. അത് വ്യാജമാണ് പറയുന്നത്. ഞാൻ പറയാറുണ്ട്, ഏതൊക്കെ സമ്മാനമുണ്ടോ നിങ്ങൾ അതല്ല എനിക്ക് തരിക. എന്തുകൊണ്ടെന്നാൽ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്കൊരു സമ്മാനം ലഭിക്കുമ്പോൾ നിങ്ങളുടേതാണ് അത് എന്ന് അറിഞ്ഞിട്ട് നിങ്ങളത് സ്വീകരിക്കണം. ഇവിടെ വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. അങ്ങനെ ഏക ലംഘനത്താൽ സകല മനുഷ്യർക്കും ശിക്ഷാവിധി വന്നതുപോലെ ആദമാണ് ആ പ്രവൃത്തി ചെയ്തത്, അതേപോലെ ഏകനീതിയാൽ സകല മനുഷ്യർക്കും ജീവകാരണമായ നീതീകരണവും വന്നു. ഏക മനുഷ്യന്റെ അനുസരണക്കേടിനാൽ അനേകർ പാപികളായി തീർന്നതുപോലെ നമ്മളെല്ലാവരും ആരൊക്കെ ജനിച്ചോ അവരെല്ലാം ജന്മത്താൽ പാപികളായിരുന്നു ആ ഏക മനുഷ്യനാൽ. അതേപോലെ ഏകന്റെ അനുസരണത്താൽ യേശുക്രിസ്തുവിലൂടെ അനേകർ നീതിമാന്മാരായിത്തീരും. എന്നാൽ ലംഘനം പെരുകേണ്ടതിന് ന്യായപ്രമാണവും ഇടയിൽ ചേർന്ന് വന്നു. എങ്കിലും പാപം പെരുകിയിടത്ത് കൃപ അത്യന്തം വർദ്ധിച്ചു. പാപം മരണത്താൽ വാണതുപോലെ കൃപയും നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നീതിയാൽ നിത്യജീവനായി വാഴേണ്ടതിന് തന്നെ. ഇന്ന് നമ്മൾക്ക് യോഗ്യതയില്ലാത്ത കാര്യങ്ങൾ നമ്മൾക്ക് ലഭിക്കുകയാണ് ആ കൃപയാൽ. പരിശുദ്ധാത്മാവാണ് ആ നീതിയുടെ സത്യം നിങ്ങളുടെ ഉള്ളിൽ പ്രകടമാക്കുന്നത്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. നമുക്ക് ഉൽപ്പത്തിയിൽ നിന്ന് നമുക്ക് വായിക്കാം എങ്ങനെയാണ് പാപത്തിൽ ആദമും ഹവ്വയും വീണത് എന്ന് നമുക്ക് വായിക്കാം. ഉൽപ്പത്തി അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 26-ാം വാക്യം മുതൽ വായിക്കാം. അവിടെ എഴുതിയിരിക്കുകയാണ്, അനന്തരം ദൈവം നാം നമ്മുടെ സ്വരൂപത്തിൽ നമ്മുടെ സാദൃശ്യപ്രകാരം മനുഷ്യനുണ്ടാക്കുക. അവർ സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും മൃഗങ്ങളിന്മേലും സർവ്വഭൂമിയിന്മേലും ഭൂമിയിൽ ഇഴയുന്ന എല്ലാ ഇഴജാതികളിന്മേലും വാഴട്ടെ എന്ന് കൽപ്പിച്ചു. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഇങ്ങനെ ദൈവം തൻ്റെ സ്വരൂപത്തിൽ മനുഷ്യനെ സൃഷ്ടിച്ചു. ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ അവനെ സൃഷ്ടിച്ചു. നിങ്ങൾക്കറിയാമോ, ആദമിനെ ദൈവം അവൻ്റെ കൈകൊണ്ടാണ് സൃഷ്ടിച്ചത്. പക്ഷെ പുത്രൻ അവൻ ദൈവത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് വിശ്രമത്തോടെ നമുക്ക് രാവിലെ ഉണരാൻ സാധിക്കുന്നത്. അറിഞ്ഞുകൊണ്ടത് വീണ്ടും ജനനം എന്ന് പറയുന്നത് നമ്മൾ ദൈവത്തിൽ നിന്നാണ് നമുക്ക് ലഭിച്ചത്. നിങ്ങൾക്കറിയാമോ, ഒരു രാജാവിൻ്റെ കുഞ്ഞ് എന്ന് രാവിലെ എഴുന്നേറ്റ് പറയാറില്ല, ഞാൻ രാജാവിൻ്റെ മകനാണ്, എനിക്ക് എല്ലാ അവകാശങ്ങളും ലഭിക്കും, എന്തുകൊണ്ടെന്നാൽ ഞാൻ രക്തത്തിലൂടെ ജനിച്ച സന്തതിയാണ് എന്ന്. പക്ഷേ അവൻ ആ അറിവോടെയാണ് ഉണരുന്നത്. എല്ലാം അവൻ്റേതാണ്. എന്തുകൊണ്ടെന്നാൽ അവനറിയാം അവൻ്റെ പിതാവിൻ്റെതാണ്. ആ രക്തത്തിലൂടെ ഉള്ള ഒരറിവാണ് അതിലവൻ ജീവിക്കുന്നത്. 28-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആണും പെണ്ണുമായി അവരെ സൃഷ്ടിച്ച് ദൈവം അവരെ അനുഗ്രഹിച്ചു. നിങ്ങൾ സന്താനപുഷ്ടിയുള്ളവരായി പെരുകി ഭൂമിയിൽ നിറഞ്ഞ് അതിനെ അടക്കി. നമുക്ക് കാണാൻ സാധിക്കും, ആദമിന് അധികാരം കൊടുത്തത് ഈ ഭൂമിയിൽ വാഴുവാൻ വേണ്ടിയിട്ട്. നമുക്ക് കാണാൻ സാധിക്കും, യേശുക്രിസ്തു ഈ ലോകത്തിൽ വന്നപ്പോൾ അവൻ വെള്ളത്തിൻ്റെ മുകളിൽ നടന്നു, അവൻ കൊടുങ്കാറ്റിനെ അടക്കി. അതെല്ലാം മുന്നമേ ആദം നഷ്ടപ്പെടുത്തിയത് യേശുക്രിസ്തുവിനെ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവൻ അധികാരത്തോടെയാണ് സഞ്ചരിക്കുന്നത്. സമുദ്രത്തിലെ മത്സ്യത്തിന്മേലും ആകാശത്തിലെ പർവ്വജാതികളിന്മേലും സകല ഭൂചര ജന്തുവിന്മേലും വാഴുമെന്ന് അവരോട് കൽപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ആദമിനെ ദൈവം സൃഷ്ടിച്ചപ്പോൾ അവൻ്റെ മൂക്കിൽ അവൻ ജീവൻ ശ്വാസമൂതി. നമുക്ക് ഉൽപ്പത്തി 2-ാം അധ്യായം അതിൻ്റെ 7-ാം വാക്യം വായിക്കാം. യഹോവയായ ദൈവം നിലത്തെ പൊടി കൊണ്ട് മനുഷ്യനെ നിർമ്മിച്ചിട്ട് അവൻ്റെ മൂക്കിൽ ജീവശ്വാസമൂതി. മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്നു. പിന്നെ നമുക്കറിയാം എങ്ങനെയാണ് ദൈവം ആദമിൻ്റെ വാരിയലെടുത്ത് അതിൽ നിന്ന് ഹവ്വയെ സൃഷ്ടിച്ചതെന്നും അവരെ ഏദൻ തോട്ടത്തിലാക്കിയതെന്നും അവിടെ ഒരു കൽപ്പന കൊടുക്കുകയാണ്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്, എന്തുകൊണ്ടെന്നാൽ അത് മരണം കൊണ്ടുവരുമെന്ന്. അതിൻ്റെ അർത്ഥം പിതാവ് ഒരിക്കലും ആഗ്രഹിച്ചിരുന്നില്ല ആദമും ഹവ്വയും ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൽ ഉണരണമെന്ന ഒരിക്കലും ആഗ്രഹിച്ചില്ല. ദൈവത്തിന് ആ അറിവില്ലേ നന്മ തിന്മ എന്താണെന്നുള്ളതിന് അവനുണ്ട്. പക്ഷെ എന്നിട്ടും അവൻ തിരഞ്ഞെടുക്കുകയാണ് നമുക്ക് വേണ്ടി നല്ലത്. അവിടെ ഒരുപാട് വൃക്ഷങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ പിതാവ് കൽപ്പന കൊടുത്തു, നന്മ തിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുത്. എന്തുകൊണ്ടെന്നാൽ എന്ന് നീ അത് കഴിക്കുന്നുവോ അന്ന് നീ മരിച്ചു പോകുമെന്ന് പറയുകയാണ്. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് ആദമിന് വേണ്ടി തിരഞ്ഞെടുക്കുകയാണ്. ആദമിന് അവൻ്റെ സ്വർഗീയ പിതാവിൻ്റെ അവനെ സൃഷ്ടിച്ചവൻ്റെ ശബ്ദം കേട്ട് അതിൽ വിശ്വസിക്കുക മാത്രമാണ് ചെയ്യേണ്ടിയിരുന്നത്. സാത്താൻ എന്താണ് ചെയ്തത്? അവൻ വേറൊരു ശബ്ദം അവിടേക്ക് അയക്കുകയാണ്. അവൻ പറയുകയാണ്,
ദൈവം പറഞ്ഞോ ഈ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിക്കരുതെന്ന്? അരേ, നിങ്ങൾ എന്നത് ഭക്ഷിക്കുന്നുവോ അന്ന് നിങ്ങൾ ദൈവത്തെ പോലെ ആയിത്തീരുമെന്ന് പറയുകയാണ്. ഇത് സത്യമാണ്. ദൈവം അവൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചത്. പക്ഷെ സ്വർഗീയ പിതാവ് ഒരിക്കലും ആഗ്രഹിച്ചില്ല അവർ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് അവർക്കുണ്ടാവണമെന്ന്. അതുകൊണ്ടാണ് അടുത്ത വചനത്തിൽ എഴുതിയിരിക്കുന്നത്, നമ്മളെപ്പോലെ അവരാകരുത്, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവ് വെക്കരുതെന്ന്. സാത്താൻ ഇതാണ് എപ്പോഴും ചെയ്യുന്നത്. അവർ പകുതി സത്യം കൊണ്ടുവരാറുണ്ട്, എന്നിട്ട് വ്യാജമുണ്ടാക്കും. ആദമിനെ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്? അവൻ സ്വർഗീയ പിതാവിന്റെ ശബ്ദത്തിൽ മാത്രമാണ് വിശ്വസിക്കേണ്ടിയിരുന്നത്, അവന് വേണ്ടി തിരഞ്ഞെടുത്തതിൽ. ആദം പക്ഷെ എന്താണ് ചെയ്യുന്നത്? പിതാവിൻ്റെതല്ല, അവൻ മറ്റൊരു ശബ്ദത്തെ കേൾക്കുകയാണ്. ബൈബിൾ ഇക്കാര്യം പറയുകയാണ്, നിങ്ങൾ ആരുടെ വാക്ക് കേൾക്കുന്നുവോ അതനുസരിക്കുന്നുവോ അതിൻ്റെ ദാസന്മാരായി തീരുവാനിടയാകും. നമുക്ക് കാണാൻ സാധിക്കും, ആദം സാത്താൻ്റെ ശബ്ദം കേട്ടതിൻ്റെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു വ്യാജത്തിൻ്റെ വിത്ത് അവൻ്റെ പ്രാണനിൽ വിതയ്ക്കപ്പെടുകയാണ്. നിങ്ങൾ എപ്പോഴൊക്കെ വചനം കേൾക്കുന്നുവോ ആരെങ്കിലും വന്നിട്ട് ആ പുത്രത്വത്തിൻ്റെ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ വിതയ്ക്കുകയാണ്. അപ്പം ആ വിത്ത് ആദമിൻ്റെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടത്, അതിലൂടെ അവൻ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചത്, അത് മരണം ഈ ലോകത്തിലേക്ക് കൊണ്ടുവരുവാനിടയായി. ആദമിൻ്റെ ആത്മാവ് മരിച്ചുപോയി. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഞാനിവിടെ വരച്ചിട്ടുണ്ട്, ആത്മാവും പ്രാണനും ശരീരവും പാപത്തിൽ വീഴുന്നതിന് മുമ്പ് എല്ലാം ഏകതയിലായിരുന്നു. അവർ ദൈവവുമായി കൂട്ടായ്മ ആചരിച്ചു. എല്ലാം ശരിയായ രീതിയിലായിരുന്നു, ഒന്നിലും ഒരു പ്രശ്നവുമില്ലായിരുന്നു. അതുകൊണ്ടാണ് യേശു വന്നത്, ആ പ്രശ്നത്തിലായിരിക്കുന്നതിനെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരുവാൻ. അതാണ് ഞാൻ നിങ്ങളും ചെയ്യുന്നത്. എവിടെയൊക്കെ നമ്മൾ പോകുന്നുണ്ടോ, സൃഷ്ടി നമ്മളിലൂടെ, പുത്രന്മാരിലൂടെ ആ ജീവൻ, ആ ശരിയായ രീതി പ്രാപിക്കുകയാണ്. അത് കുറച്ച് സമയത്തേക്കല്ല ആ രീതി, അതെന്നേക്കുമുള്ളതാണ്. അത് അകത്ത് നിന്നും പുറത്തേക്കാണ് ആ രീതി കൊണ്ടുവരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ പഠിക്കുന്നത് എങ്ങനെയാ സ്വർഗീയ ആരോഗ്യത്തിൽ നിലനിൽക്കണമെന്ന്. നമുക്ക് കാണാൻ സാധിക്കും, എല്ലാം ശരിയായ രീതിയിലായിരുന്നു. പക്ഷെ പാപം ചെയ്തതിന് ശേഷം എന്താണ് സംഭവിക്കുന്നത്? ആത്മാവ് അത് മരിച്ചു പോവുകയാണ്, അല്ലെങ്കിൽ വേർപെടുകയാണ്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും, പാപത്തിൽ വീണതിന് ശേഷം ഇപ്പോൾ ആത്മാവല്ല അധികാരം നടത്തുന്നത്. പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ആത്മാവായിരുന്നു അധികാരം നടത്തിയിരുന്നത്. അതിനുശേഷം ആ ഫലം ഭക്ഷിച്ചതിന് ശേഷം, നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം, നമ്മുടെ പ്രാണൻ അത് പ്രശ്നത്തിലായിത്തീരുകയാണ്. നമ്മുടെ ശരീരം, അത് ബൈബിളിൽ എഴുതിയിരിക്കുകയാണ്, ആ പാപത്തിലൂടെ ആ ശരീരം അത് മരണത്തിലേക്ക് അകപ്പെടുകയാണ്. അതുകൊണ്ട് മുന്നമേ ആളുകൾ ഒരുപാട് സമയം ജീവിച്ചിരുന്നു, പതിയെ പതിയെ അവർ മരിക്കാൻ തുടങ്ങി. എല്ലാം നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്നത് അതെല്ലാം പ്രശ്നത്തിലായിത്തീർന്നു. ആ എല്ലാ തെറ്റായ വിത്ത് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളിലൂടെ വിതയ്ക്കപ്പെട്ടത് ഇവിടെ ഈ മേഖലയിൽ നമ്മൾ സാത്താൻ്റെ ദാസത്വത്തിലായിരുന്നു. ഇവിടെയാണ് പൗലോസ് പറയുന്നത്, ഞാൻ നന്മ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു, പക്ഷെ ഞാൻ ആഗ്രഹിക്കാത്ത തിന്മ എത്ര പ്രവർത്തിക്കുന്നത്. വേറൊരു നിയമം എൻ്റെ ശരീരത്തിൽ കാണുകയാണ്. ആദമിലൂടെ നമ്മളെല്ലാവരും ഒരു മേഖലയിൽ വീണപ്പെട്ടു. ആ മേഖലയാണ് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖല. അതുകൊണ്ടാണ് ക്രിസ്തു വന്നത്, നമ്മളെ ഒരു മേഖലയിൽ നിന്ന് വിടുവിച്ച് വേറൊരു മേഖലയിൽ പ്രവേശിപ്പിക്കുവാനായിട്ട്. അപ്പോഴാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്, പാപത്തിൽ വീഴുന്നതിന് മുമ്പ് ആദം ഹവ്വയെ നോക്കിയപ്പോൾ, ആ ശബ്ദം അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഹീബ്രുവിൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് സമ്പൂർണത. ഹവ്വയെ പൂർത്തീകരിക്കപ്പെട്ടതായി കണ്ടു. പാപത്തിൽ വീണതിന് ശേഷം എഴുതിയിരിക്കുകയാണ്, ആദം ഹവ്വയെ കണ്ടപ്പോൾ അവിടെ ഉപയോഗിച്ചിരിക്കുന്ന ശബ്ദം അവനെ ഒരു വരൾച്ചയിൽ അല്ലെ പൂർണ്ണതയില്ലാത്തതായിട്ട് കാണുകയാണ്. ഒരു മേഖലയിൽ നിന്ന് വേറൊരു മേഖലയിൽ പ്രവേശിച്ചു. നമുക്ക് ഇങ്ങനെയും പറയാൻ സാധിക്കും, ഒരു കർമ്മത്തിൻ്റെ ചക്രത്തിൽ അകപ്പെട്ടു പോയി. നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നമുക്ക് ഇത്രയും അറിയാം, നമുക്കൊരു രക്ഷകന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ആദമിലൂടെ മരണം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ, പിതാവ് വേറൊരു ആദമിനെ അയച്ചു എല്ലാം തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വിത്ത് സ്വർഗത്തിൽ നിന്നുള്ളത്, കെടാത്ത ബീജം, അത് മറിയത്തിൻ്റെ അടുത്ത് വരികയാണ്. ആ ബീജത്തിലൂടെ നിങ്ങളെക്കുറിച്ച് ആരൊക്കെ അതിനെക്കുറിച്ച് പറയുന്നത് നമ്മൾ വിശ്വസിക്കുന്നു യേശു ക്രിസ്തുവിൽ, അപ്പോൾ നമ്മൾ വിടുതൽ പ്രാപിക്കുകയാണ്. ആ കെടാത്ത ബീജത്തിലൂടെ നമ്മൾ വീണ്ടും ജന്മം പ്രാപിക്കുന്നു. അതിനുശേഷം ഇപ്പോൾ നമ്മൾ ആദമിൽ നിന്നുള്ളവരല്ല, ഞാനും നിങ്ങളും ഒരു പുതിയ സൃഷ്ടിയാണ്. നിങ്ങൾ മനസ്സിലാക്കുന്നു, നമ്മുടെ വീണ്ടും ജന്മം നടന്നപ്പോൾ നമ്മുടെ ആത്മിക മനുഷ്യത്വം അത് ജീവനുള്ളതായി തീർന്നു. നമ്മുടെ പ്രാണൻ അത് ഓരോ ദിവസവും രൂപാന്തരപ്പെട്ട് അത് രക്ഷ പ്രാപിക്കുകയാണ്. അതെങ്ങനെയാണ് പുതിയതാകുന്നത്? എല്ലാ സമയവും നമ്മൾ വചനം കേൾക്കുമ്പോൾ, എല്ലാ പ്രാവശ്യവും നിങ്ങൾ ഇവിടെ വരുമ്പോൾ, ആ മരണത്തിൻ്റെ വിത്ത് നമ്മുടെ പ്രാണനിൽ വിതയ്ക്കപ്പെട്ടത്, ആ എല്ലാ വിത്തുകളെയും എടുത്തു കളഞ്ഞിട്ട് ആ ജീവൻ്റെ വിത്ത് നിങ്ങളുടെ പ്രാണനിൽ നിറയ്ക്കുകയാണ്. എന്തുകൊണ്ടെന്നാൽ പ്രാണൻ ആ നന്മതിന്മകളെക്കുറിച്ചുള്ള അറിവിൻ്റെ വൃക്ഷത്തിൻ്റെ ഫലം ഭക്ഷിച്ചപ്പോൾ അതിൻ്റെ ഫലം മരണമായിരുന്നു.
എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റും നമ്മൾ കേൾക്കുന്നത് അത് മരണത്തിൻ്റെതാണ്. ആളുകൾ പറയാറുണ്ട് 30 ശേഷം ഇന്ന രോഗം വരും, 40 ശേഷം ഇന്നത്. ഒരു കാര്യത്തിലും ജീവനില്ല, എല്ലാം മരണമാണ്. അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ആദമും ഹൗവയും നന്മതിന്മകളെ കുറിച്ചുള്ള അറിവിന്റെ വൃക്ഷത്തിന്റെ ഫലത്തിൽ അകപ്പെട്ടു പോയി. അതിലൂടെ മരണം ഈ ലോകത്ത് വന്നു. ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? എത്രയധികം നമ്മുടെ മനസ്സ് പുതിയതാകുന്നുവോ! എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ എൻ്റെയും യേശുക്രിസ്തുവിൻ്റെ ആത്മാവ് ഒന്നായിരിക്കുകയാണ്. ഏത് നിമിഷം നിങ്ങൾ വചനം സ്വീകരിച്ചുവോ അത് ആ കെടാത്ത ബീജം നമ്മുടെ ഉള്ളിൽ വന്നു. ഇപ്പോൾ നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചു ആ വിത്തിലൂടെ, ആ ബീജത്തിലൂടെ. ബൈബിൾ അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങളുടെ പ്രാണനെ പുതിയതാക്കുക. എന്തുകൊണ്ടെന്നാൽ നമ്മൾ അറിയണം സ്വർഗീയ പിതാവിൻ്റെ ആഗ്രഹം എന്താണ്, ഇച്ഛ എന്താണ് എന്ന്. ആ മാറുക എന്നുള്ള അതിൻ്റെ ഗ്രീക്ക് ഭാഷയുള്ള അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് രൂപാന്തരപ്പെടുക. നമ്മൾ മരണത്തിൽ നിന്നും പുറത്തു വന്ന് ഇപ്പോൾ ജീവനിലേക്ക്, എല്ലാ കാര്യങ്ങളും നമ്മുടെ ചുറ്റുമുള്ളത് അത് ജീവനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എത്രയധികം നമ്മുടെ പ്രാണനെ, നമ്മുടെ ചിന്തകളെ പുതിയതാക്കുന്നുവോ നമ്മൾ അറിയുകയാണ്. നമ്മൾ ആദത്തിൽ നിന്നല്ല. ഇപ്പോൾ ഏത് നിമിഷം എന്നോട് ക്രിസ്തുവിനെ കുറിച്ച് പറഞ്ഞു, ആ നിമിഷം ഞാൻ വിശ്വസിച്ചു. ആ ആദമിൻ്റെതായിട്ടുള്ളതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറിപ്പോയി. ഇപ്പോൾ ഞാൻ വേറെ ആദമായ യേശു ക്രിസ്തുവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഇവിടെ എൻ്റെ പ്രാണൻ ഓരോ നിമിഷവും രൂപാന്തരപ്പെട്ട് പുതിയതായിക്കൊണ്ടിരിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ഹൃദയവുമായിട്ട് ഞാൻ പുതിയ ജീവിതത്തിൽ ആയിരിക്കുകയാണ്. എത്രയധികം ഞാൻ എൻ്റെ പ്രാണനെ പുതിയതാക്കുന്നു, അത്രയധികം ഞാൻ ആ ജീവൻ എൻ്റെ ശരീരത്തിലും പുറത്തും പ്രകടമായി എനിക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളുടെ ശരീരത്തിൽ സ്വർഗീയ ആരോഗ്യം കാണാൻ സാധിക്കും. നിങ്ങളുടെ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ആ ജീവൻ കാണാൻ സാധിക്കും. ആ ജീവൻ എവിടെ നിന്നാണ് വന്നത്? ഇവിടെ നിങ്ങളുടെ പ്രാണനിൽ നിന്നാണ് തുടങ്ങിയത്. നിങ്ങളുടെ പ്രാണനിലുള്ള ജീവൻ, അതിൻ്റെയാണ് രക്ഷ നടക്കുന്നത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് അവസാനത്തെ ഫലം ആ രക്ഷയുടേത്, അത് നമ്മുടെ പ്രാണന്റെ രക്ഷയാണ് നടക്കുന്നത്. അതൊന്നായിരിക്കും. പിന്നെ ആത്മീയ മനുഷ്യനെ പോലെ ആയിത്തീരും. അതുകൊണ്ടാണ് നമ്മൾ ക്രൂശിനെ കാണുമ്പോൾ, ക്രൂശ് ഒരു ചിഹ്നം മാത്രമല്ല, അത് നമ്മുടെ തിരിച്ചറിവാണ്. നമ്മൾ അറിയുകയാണ് ഏത് മേഖലയിലാണെങ്കിലും. എന്നോട് പലപ്പോഴും ആളുകൾ പറയാറുണ്ട്, പ്രിയ, ഈ മേഖല നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഈ മേഖലയിൽ നീ മരണത്തിലാണ് ജീവിക്കുന്നത്, നിനക്കറിയുക പോലുമില്ല. പിന്നെ ഞാൻ വചനം നോക്കുമ്പോൾ, വചനം കണ്ണാടിയാണ്, അത് കാണിക്കും ഞാൻ ആരാണ് എന്ന്. ഇപ്പോഴും നിങ്ങളുടെ ജീവിതം വചനവുമായി ഒന്നായി പോകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം എന്തോ ഒന്നുണ്ട് പ്രശ്നത്തിൽ. പിന്നെ ആവശ്യമാണ് ആ മേഖലയിൽ സ്വർഗീയ പിതാവിൻ്റെ ശരിയായ രീതി അവിടെ കൊണ്ടുവരണം എന്നുള്ളത് ആവശ്യമാണ്. ഇതേ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവിൻ്റേത് നിങ്ങളുടെ ജീവിതത്തിലുള്ളത്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത് പരിശുദ്ധാത്മാവ് എൻ്റേതിൽ നിന്നെടുത്ത് അവ നിങ്ങളോട് പറഞ്ഞു തരും. എല്ലാ സത്യത്തിലും നിങ്ങളെ ഉണർത്തും. എവിടെയെങ്കിലും നിങ്ങൾ ഒരു പ്രശ്നം കാണുന്നുവെങ്കിൽ നിങ്ങൾ ഉണരും. നിങ്ങൾ യേശു ക്രിസ്തുവിലൂടെ പിതാവിൻ്റെ നീതിയാണ്, നിങ്ങൾക്ക് എല്ലാ നന്മകളും പ്രാപിക്കാൻ യോഗ്യരാണ്. കൃപ നിങ്ങൾ പ്രവർത്തിക്കുന്നത് നിങ്ങൾ കാണുവാനിടയാകും. കൃപയിലൂടെ നിങ്ങൾക്കെല്ലാം ലഭിക്കുവാനിടയാകും. ഈ സത്യത്തിൽ അധികം ആഴത്തിൽ നമ്മൾ പോകും. നമുക്ക് മുന്നോട്ട് വായിക്കാം. എഫേസ്യർ അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ മുകളിൽ എഴുതിയിരിക്കുകയാണ്, മരണത്തിൽ നിന്നും ജീവനിലേക്ക്. 1-ാം വാക്യം, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. നിങ്ങൾക്കറിയാമോ, ഏത് നിമിഷം നമ്മൾ സുവിശേഷം കേട്ടുവോ നമ്മൾ ജീവനിൽ വരുവാനിടയായി. ഏത് മേഖലയാണ് ജീവനിൽ വന്നത്? നമ്മുടെ ആത്മീക ജീവൻ. എൻ്റെ ആത്മാവും അവൻ്റെ ആത്മാവും ഒന്നായി തീർന്നു. എല്ലാം ആദ്യം ആത്മാവിൽ നിന്നാണ് ഒഴുകാൻ തുടങ്ങുന്നത്. നിങ്ങൾ മനസ്സിലാക്കുന്നു? സഭ ഉണരുകയാണ് അവരുടെ ആത്മീയ തിരിച്ചറിവിൽ അവർ ആരാണ് എന്നുള്ളതിൽ. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവൻ ഉയർപ്പിച്ചു. അവയിൽ നിങ്ങൾ മുമ്പേ ഈ ലോകത്തിന്റെ കാലഗതിയെ ആകാശത്തിലെ അധികാരത്തിനും സാത്താനെക്കുറിച്ച് എഴുതിയിരിക്കുകയാണ്. അനുസരണക്കേടിന്റെ മക്കളിൽ ഇപ്പോൾ വ്യാപരിക്കുന്ന ആത്മാവിനും അധിപതിയായവനെയും അനുസരിച്ച് നടന്നു. അവരുടെ ഇടയിൽ നാം എല്ലാവരും മുമ്പേ നമ്മുടെ മോഹങ്ങളിൽ നടന്ന ജഡത്തിനും മനോവികാരങ്ങൾക്കും ഇഷ്ടമായത് ചെയ്തു കൊണ്ടുകൊണ്ട് മറ്റുള്ളവരെ പോലെ പ്രകൃതിയാൽ കോപത്തിന്റെ മക്കളായിരുന്നു. എന്തുകൊണ്ടാണ് കോപത്തിന്റെ മക്കൾ എന്ന് പറഞ്ഞിരിക്കുന്നത്? എന്തുകൊണ്ടെന്നാൽ ആദ്യം ആദമാണ് ആ കൽപ്പന തെറ്റിച്ചത്. ആദമിൽ നിന്ന് ജനിച്ചതെല്ലാം അവർ കോപത്തിന്റെ മക്കളായി എണ്ണപ്പെട്ടു. മുന്നോട്ട് നമുക്ക് വായിക്കാം. 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കരുണാസമ്പന്നനായ ദൈവമോ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാൽ മരിച്ചവരായിരുന്ന നമ്മെ ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിക്കുകയും കൃപയാലത്ര നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തു യേശുവിൽ നമ്മെക്കുറിച്ചുള്ള വാത്സല്യത്തിൽ തന്റെ കൃപയുടെ അത്യന്ത ധനത്തെ വരും കാലങ്ങളിൽ കാണിക്കേണ്ടതിന് ക്രിസ്തു യേശുവിൽ അവനോടുകൂടെ ഉയർത്തെഴുന്നേൽപ്പിച്ച് സ്വർഗത്തിൽ ഇരുത്തുകയും ചെയ്തു. കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം അത്രയും ആകുന്നു. നിങ്ങൾക്കറിയാമോ, ഇന്ന് നമ്മൾക്കെല്ലാം ലഭിക്കുന്നത് കൃപയാലാണ്. മുന്നോട്ട് 8-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, കൃപയാലല്ലോ നിങ്ങൾ വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, അതിനും നിങ്ങൾ കാരണമല്ല, ദൈവത്തിന്റെ ദാനം എത്രയാകുന്നു. ആരും പ്രശംസിപ്പാതിരിപ്പാൻ പ്രവൃത്തികളും കാരണമല്ല. നാം അവന്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തു യേശുവിൽ സൃഷ്ടിക്കപ്പെട്ടവരാകുന്നു. ഇവിടെ വചനത്തിൽ നമുക്ക് കാണാൻ സാധിക്കും, എഴുതിയിരിക്കുകയാണ് നമ്മൾ സൃഷ്ടിക്കപ്പെട്ടവരാണ്.
നിങ്ങൾക്ക് ഇപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഫോൺ കാണാൻ സാധിക്കും. ഇത് ആരാണ് ഇതുണ്ടാക്കിയത്? ഇത് മനുഷ്യനാൽ നിർമ്മിക്കപ്പെട്ടതാണ്. ഈ ഫോൺ സൃഷ്ടിച്ചത് ഇത് മനുഷ്യൻ്റെ ഒരു സൃഷ്ടി, അല്ലെങ്കിൽ അവരിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ടതാണ്. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ അവനാൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. യേശു ക്രിസ്തുവിൽ ആ സൽപ്രവർത്തികൾക്കായിട്ട് നമ്മളെ സൃഷ്ടിച്ചിരിക്കുകയാണ്. നാം ചെയ്തു പോരേണ്ടത് ദൈവം മുന്നൊരുക്കിയിരിക്കുന്നു. ഇവിടെ നമ്മൾ അവനാൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ അർത്ഥം ആ പുതിയ സൃഷ്ടി. എത്ര പേർ വചനം കേൾക്കുന്നുവോ അവർ ഏക മനസ്സോടെ അവരുടെ തിരിച്ചറിവിനെക്കുറിച്ച് ഞാൻ അത് പ്രഖ്യാപിക്കുകയാണ്. നിങ്ങൾ ആദമിൽ നിന്നല്ല, എൻ്റെയും നിങ്ങളുടെയും ജനനം യേശു ക്രിസ്തുവിലൂടെയാണ് നടന്നത്. ആദമിൽ നിന്നുള്ളവർ ആദമിൻ്റെ അവകാശം ലഭിക്കും, പാപത്തിൻ്റെയും മരണത്തിൻ്റെതുമായിട്ടുള്ളത്. ഈ പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖല അത് ആദമിൻ്റെ വംശമാണ് അവിടെ ജീവിക്കുന്നത്. അവർ ദരിദ്രരാണ്, രോഗികളാണ്, അവർ ഭയചകിതരാണ്, അവർ ഈ ചക്രത്തിലാണ്. അവിടെ അവർ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെയും ഫലം അത് മരണമാണ്. പക്ഷെ ഞാനും നിങ്ങളും ആദമിൽ നിന്നല്ല, നമ്മൾ യേശു ക്രിസ്തുവിൽ നിന്നാണ്. നമ്മുടെ തിരിച്ചറിവിൻ്റെ കാര്യത്തിൽ നമ്മൾ സംശയിക്കുകയില്ല. നമുക്ക് ഇരുമനസ്സില്ല, നമുക്ക് ഒരു ഏക മനസ്സിലോട് ജീവിക്കുന്നവരാണ് നമ്മൾ. നമ്മളുടെ ജീവൻ ആദ്യത്തെ ആദത്തിൽ നിന്നല്ല, രണ്ടാമത്തെ ആദം, അവസാന ആദമായ യേശു ക്രിസ്തുവിൽ നിന്നാണ് വരുന്നത്. എൻ്റെയും നിങ്ങളുടെയും കാര്യത്തിൽ അവന് ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ. യേശു ക്രിസ്തു വന്നത് ഞാനും നിങ്ങളും ജീവൻ പ്രാപിക്കാൻ, സമൃദ്ധിയായ ജീവൻ പ്രാപിപ്പാനാണ്. എന്തുകൊണ്ടെന്നാൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും, അതുമായി ബന്ധപ്പെട്ടിരിക്കുന്നതെല്ലാം എവിടെയൊക്കെ നിങ്ങൾ പോയാലും അവിടെ നിങ്ങൾ മരണം കാണുകയില്ല. പക്ഷെ എൻ്റെയും നിങ്ങളുടെയും അവകാശം എന്ന് പറയുന്നത് അത് ജീവനാണ്. അത് എല്ലാ മേഖലയിലും. അതെന്തുകൊണ്ടെന്നാൽ ആ ക്രൂശിലൂടെ ഞാൻ പൂർത്തീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ഞാനും നിങ്ങളും നമ്മുടെ ആത്മീയ തിരിച്ചറിവിൽ ഉണരുകയാണ്. നിങ്ങൾ എല്ലാവരും അത് മനസ്സിലാക്കുന്നു. മുന്നോട്ട് നമുക്ക് നോക്കാം. ആത്മാവിൻ്റെ വീണ്ടും ജനനം നടന്നു. മുന്നോട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് നമ്മുടെ പ്രാണന്റെ മേഖലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നമുക്ക് വായിക്കാം. റോമർ അതിൻ്റെ 8-ാം അധ്യായം 14-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ദൈവാത്മാവ് നടത്തുന്നവർ ഏവരും ദൈവത്തിന്റെ മക്കളാകുന്നു. പരിശുദ്ധാത്മാവിനാൽ നടക്കുന്നവർ ദൈവത്തിന്റെ മക്കളാണ്. നിങ്ങൾ പിന്നെയും ഭയപ്പെടേണ്ടതിന് ദാസ്യത്വത്തിന്റെ ആത്മാവിനെ അല്ല, നാം അബ്ബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ എത്ര പ്രാപിച്ചത്. നാം ദൈവത്തിന്റെ മക്കൾ എന്ന ആത്മാവ് താനും നമ്മുടെ ആത്മാവോട് കൂടെ സാക്ഷ്യം പറയുന്നു. നാം മക്കൾ എങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. നാം അവനോടുകൂടെ തേജസ്സേരിക്കപ്പെടേണ്ടതിന് അവനോടുകൂടെ കഷ്ടം അനുഭവിച്ചാൽ അത്ര. വചനത്തിൽ എഴുതിയിരിക്കുകയാണ്, ക്രിസ്തു ധനികനായിരുന്നിട്ടും അവൻ ദരിദ്രനായി തീർന്നു. എന്തിന്? ഞാനും നിങ്ങളും ദരിദ്രരായിരിക്കുന്നവർ ധനികരാകുവാൻ. ക്രിസ്തു നമ്മുടേതായിട്ടുള്ളതെല്ലാം, നമ്മുടെ രോഗം എന്തിന്? ഞാനും നിങ്ങളും ഇന്ന് സ്വർഗീയ ആരോഗ്യത്തിൽ ജീവിക്കുവാൻ വേണ്ടി അവൻ നമുക്ക് വേണ്ടി പാപം മാത്രമല്ല എടുത്തത്, അവൻ സ്വയം പാപമായി തീർന്നു. എന്തിന്? ഞാനും നിങ്ങളും അവനിലൂടെ പിതാവിന്റെ നീതിയാവേണ്ടതിന്. ആ എല്ലാ ശാപങ്ങളും എൻ്റെയും നിങ്ങളുടെയും മുകളിൽ ഉണ്ടായിരുന്നതിനെ എല്ലാം അവൻ എടുത്തുകൊണ്ട് അവൻ ക്രൂശിൽ കയറി. എന്തിന്? ഞാനും നിങ്ങളും ഇന്ന് പിതാവിൻ്റെ മുമ്പിൽ നീതിമാന്മാരും നിഷ്കളങ്കരുമാകേണ്ടതിന്. ആ ക്രൂശിലൂടെ നമ്മുടെ എല്ലാവരുടെയും വിടുതൽ അവൻ നടത്തി. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നമുക്ക് കാണാൻ സാധിക്കും ആ ശരിയായ രീതി യേശു ക്രിസ്തുവിൻ്റേത്. എവിടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നു അവിടെ ഒരു രീതി വരികയാണ്. ഞാൻ രീതിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്കറിയാം വിലപടൽ എത്ര പേർ അവിടെ കൂടിയിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ യേശു ക്രിസ്തുവിൽ നിന്ന് ആ ശരിയായ രീതി വരാൻ പോവുകയാണ്. ആ സ്വർഗീയ രീതി നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ ചില കാര്യങ്ങൾ ഇളകും. അത് ഇളകുന്നത് ഇത് കാണുവാൻ വേണ്ടിയാണ്. എവിടെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും പ്രശ്നത്തിലായിരിക്കുന്നതെന്ന്. എന്തിനെന്നാൽ നിങ്ങളത് കാണണം. പിതാവ് ആ മേഖലയിൽ അവിടെ ജീവൻ കൊണ്ടുവരുന്നത്. വരൂ നമുക്ക് ആ വചനത്തിൽ നിന്ന് വായിക്കാം. 1 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം അതിൻ്റെ 6-ാം വാക്യം. നമ്മുടെ പ്രാണനിൽ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതിൽ നിങ്ങൾ ഇപ്പോൾ അല്പനേരത്തേക്ക് നാനാ പരീക്ഷകളാൽ ദുഃഖിച്ചിരിക്കേണ്ടി വന്നാലും ആനന്ദിക്കുന്നു. പോകുന്നതും തീയിൽ ശോധന കഴിക്കുന്നതുമായ പൊന്നിനേക്കാൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന വിലയേറിയത് എന്ന് യേശു ക്രിസ്തുവിന്റെ പ്രത്യക്ഷതയിൽ പുകഴ്ചയ്ക്കും തേജസ്സിനും മാനത്തിനുമായി കാണുവാൻ അങ്ങനെ ഇടവരും. അവനെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിലും സ്നേഹിക്കുന്നു. ഇപ്പോൾ കാണാതെ വിശ്വസിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിന്റെ അന്തമായ ആത്മരക്ഷ പ്രാപിക്കുകയും പറഞ്ഞു തീരാത്തതും മഹിമയുള്ളതുമായ സന്തോഷത്തോടെ ആനന്ദിക്കുകയും ചെയ്യുന്നു. ഇവിടെ നിങ്ങൾ നോക്കുക, വിശ്വാസത്തിന്റെ പ്രതിഫലം, അതായത് ആത്മാവിന്റെ രക്ഷ പ്രാപിക്കുകയാണ്. പിതാവ് അവന്റെ നഷ്ടപ്പെട്ട എല്ലാ പുത്രന്മാരെയും തിരിച്ചു ഭവനത്തിലേക്ക് കൊണ്ടുവരികയാണ്. പിന്നെ നിങ്ങളുടെ ശരീരത്തിൽ എന്താണ് സംഭവിക്കുന്നത്? റോമർ 8-ാം അധ്യായം നമുക്ക് വായിക്കാം. അതിന്റെ 10-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്,
ക്രിസ്തു നിങ്ങളിൽ ഉണ്ടെങ്കിലോ ശരീരം പാപം നിമിത്തം മരിക്കേണ്ടതെങ്കിലും ശരീരം പാപം മൂലം മരിച്ചു, ആത്മാവ് നീതി നിമിത്തം ജീവനാകുന്നു. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നീതിയിലൂടെ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് ഈ അറിവിൽ ഉണരേണ്ടത് ആവശ്യമാണ്. നമ്മൾ ക്രിസ്തുവിൽ പിതാവിന്റെ നീതിയാണ്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, യേശുവിനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചവന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ ക്രിസ്തു യേശുവിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ചവൻ നിങ്ങളുടെ വസിക്കുന്ന തന്റെ ആത്മാവിനെ കൊണ്ട് നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കും. അതിന്റെ അർത്ഥം പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ വന്നപ്പോൾ ആദമിന്റെ ജീവിതം അത് പുറത്തു നിന്നാണ് വരുന്നത്, ആ ഭക്ഷണത്തിൽ നിന്ന് അവൻ കഴിക്കുന്നതിൽ നിന്ന്. ഇത് ശരിയാണ്, ഞാനും നിങ്ങളും ആദമിന്റെ ശരീരത്തിൽ നമ്മൾ ജീവിക്കുന്നുവെങ്കിലും നമ്മളുടെ രീതി അതെല്ലാം മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പുത്രന്റെ ജീവിതത്തിൽ ജീവൻ അവന് ലഭിക്കുന്നത് അത് പരിശുദ്ധാത്മാവിലൂടെയാണ് ലഭിക്കുന്നത്. നിങ്ങൾ കുറച്ച് ഭക്ഷണം കഴിച്ചാലും നിങ്ങൾ മരിക്കുകയില്ല. എൻ്റെയും നിങ്ങളുടെയും അടുത്ത് അവകാശമുണ്ട്. അത് ജീവന്റെ വിഷയത്തിലുള്ളതാണ്. ഒരു വ്യത്യാസവുമില്ല. ഈ ലോകം ഏത് രീതിയിൽ ഏത് സത്യത്തെ അവർ ഫോളോ ചെയ്യുന്നു എന്നുള്ളത്. ഞാനും നിങ്ങൾ പക്ഷേ പരിശുദ്ധാത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്നവരാണ്, എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുള്ളത്. ആ പരിശുദ്ധാത്മാവാണ് നമ്മളെ നീതിബോധത്തിൽ ഓരോ ദിവസവും ഉണർത്തുന്നത്. എന്തുകൊണ്ടെന്നാൽ ആദമിന്റെ ജീവിതത്തിൽ ആ പാപത്തിന്റെയും മരണത്തിന്റെയും നിയമമാണ് പ്രവർത്തിക്കുന്നത്. പക്ഷെ എൻ്റെ ശരീരത്തിൽ ആ ജീവന്റെ നിയമമാണ് പ്രവർത്തിക്കുന്നത്. അതിൻ്റെ അർത്ഥം എന്നെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും അതെല്ലാം ജീവൻ മാത്രമേ ഉത്ഭവിപ്പിക്കുകയുള്ളൂ. ആ പുനരുത്ഥാന ജീവൻ എല്ലാ രോഗത്തെയും എൻ്റെ ശരീരത്തിൽ നിന്ന് പുറത്താക്കി കളയും. ഞാൻ വിശ്രമിക്കും, ഞാൻ വചനം വായിക്കുമ്പോൾ ആ സത്യം ഞാൻ ഗ്രഹിച്ചുകൊണ്ട് അതിൽ ഉറച്ചു നിൽക്കും. ഞാൻ ഒരു മനസ്സോടെ സംശയമില്ലാതെ മറ്റുള്ളവരെയും രോഗികളായി ഞാൻ ചിലപ്പോൾ കാണാം, പക്ഷേ ഞാൻ ക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഒരു പുത്രന്റെ ജീവിതത്തിൽ ഒരു പുത്രൻ പറയുന്നത് പ്രവർത്തിക്കുന്നത് രണ്ടും ഒന്നാണ്. ഞാനൊരു വ്യക്തിയുമായി സംസാരിക്കുകയായിരുന്നു, ദുഷ്ട ആത്മാക്കളെ പുറത്താക്കുന്ന ആൾ. അവർ പറയുകയാണ്, ആത്മീയ മേഖല അതങ്ങനെയാണ്, അതറിയുന്നു, സത്യം ആ വ്യക്തിയുടെ ഉള്ളിലുള്ളത്. നമുക്ക് കാണാൻ സാധിക്കും, യേശു ക്രിസ്തുവിന്റെ ശിഷ്യന്മാർ ദുഷ്ട ആത്മാക്കളെ പുറത്താക്കാൻ ശ്രമിച്ചപ്പോൾ അവരുടെ അത് അനുസരിക്കുന്നില്ലായിരുന്നു. ഒരുപാട് ആളുകൾ എന്നോട് പറയാറുണ്ട്, പ്രിയ ഞാൻ ഏറ്റു പറയാറുണ്ട്, പ്രഖ്യാപിക്കാറുണ്ട്, പക്ഷേ ഒരു വ്യത്യാസവും എനിക്ക് തോന്നുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ മനസ്സുമായി അതിൽ വിശ്വസിക്കുന്നില്ല എങ്കിൽ ഒരു വ്യത്യാസവുമില്ല. സത്യത്തിൽ നിങ്ങൾ ഒരു കാര്യത്തിൽ വിശ്വസിക്കുന്നു എങ്കിൽ പിന്നെ നിങ്ങളത് പറഞ്ഞാൽ അത് പ്രവർത്തിക്കുവാനിടയാകും. അത് രണ്ടും, ആ വിശ്വസിക്കുന്നതും പ്രവർത്തിക്കുന്നതും ഒന്നാവും. അപ്പോൾ മുഴുവൻ ആത്മീയ ലോകവും അത് അറിയുവാനിടയാകും. പലപ്പോഴും ആ ശബ്ദം മാത്രമായി അത് ഒതുങ്ങും. അതുകൊണ്ട് സത്യം അവരുടെ ഉള്ളിലില്ല. പലപ്പോഴും അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നുണ്ട് അല്ലെങ്കിൽ ചെയ്യാറുണ്ട് പൂർത്തീകരിക്കപ്പെട്ട കാര്യത്തിൽ ക്രൂശിലൂടെ, പക്ഷെ ഞാൻ ആ ചർച്ചിലും പോകും ഈ ചർച്ചിലും പോകും. പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഫലത്തെ കാണുവാൻ സാധിക്കുകയില്ല. എന്തുകൊണ്ടെന്നാൽ ആത്മീക മേഖല മുഴുവൻ അറിയുന്നു നിങ്ങൾ എന്ത് പറഞ്ഞാലും. പക്ഷെ നിങ്ങളുടെ ഹൃദയം, നിങ്ങളുടെ വാക്കുകൾ അത് രണ്ടും ഒന്നാകുന്നില്ല എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല. ഇത് പറയുക മാത്രമല്ല ഞാൻ പുത്രനാണെന്നുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ ആ അധികാരം ഏറ്റെടുക്കണം. നമുക്ക് കാണാൻ സാധിക്കും ആ വലിയ കാര്യങ്ങൾ, അപ്പോൾ അതിനുവേണ്ടി നമുക്ക് യുദ്ധം ചെയ്യേണ്ട ആവശ്യം വരികയില്ല. എന്തുകൊണ്ടെന്നാൽ നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിലും നമ്മുടെ തിരിച്ചറിവ് നമ്മൾ വിട്ടുകളഞ്ഞില്ല. നിങ്ങളുടെ ജീവിതത്തിന്റെ എല്ലാ മേഖലയിലും നിങ്ങൾ സത്യത്തിൽ ഉറച്ചു നിൽക്കുക. നിങ്ങൾ ആദമെന്നുള്ളവരല്ല. ആ പഴയ മനുഷ്യൻ അവനെ ക്രൂശിൽ തറച്ചു. ആ പുതിയ ആള് എന്നുള്ളതിന്റെ, ആ പുതിയ ആദമിൽ നിന്നാണ്, യേശു ക്രിസ്തുവിൽ നിന്നാണ് നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചത്. ആ ജീവന്റെ പ്രമാണം ഇപ്പോൾ എൻ്റെ നിങ്ങളുടെ ഉള്ളിലുണ്ട്. ഇനി എൻ്റെ ജീവിതം യേശു ക്രിസ്തുവിലാണ് എങ്കിൽ എൻ്റെ മുഴുവൻ ജീവിതവും അവൻ്റെ രീതിയിലാണ് മറഞ്ഞിരിക്കുന്നത്. ഇതേ പ്രവൃത്തിയാണ് പരിശുദ്ധാത്മാവ് ചെയ്യുന്നത്. എല്ലാ പ്രശ്നവും നമ്മുടെ മേഖലയിലുള്ളത്, നമ്മുടെ ജീവിതത്തിലുള്ളത്, അവിടെ അവൻ അവൻ്റെതായ രീതി കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവ് യേശു ക്രിസ്തുവിനെ മരിച്ചവരെ ഉയർപ്പിച്ചവൻ്റെ അതേ ആത്മാവ് ഇപ്പോൾ നമ്മുടെ ശരീരങ്ങളെയും വിജയാളികളാക്കുകയാണ്. മുന്നോട്ട് നമുക്ക് വചനത്തിൽ നിന്ന് വായിക്കാം. യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്നും. ഇവിടെ മുകളിൽ നമ്മൾ എഴുതിയിരിക്കുന്നത്, നിങ്ങളുടെ PDF ഫയലിൽ ക്രൂശ് എന്താണ് കൊണ്ടുവരുന്നത്, എന്തിനെയാണ് ക്രൂശ് കൊണ്ടുവരുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ PDF ഫയലിൽ കാണാൻ സാധിക്കും. നമ്മൾ എഴുതിയിരിക്കുന്നത് ക്രൂശ് ഒരു ശരിയായ രീതി നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു, ഒരു ഓർഡർ. ആദമിലൂടെ പ്രശ്നം വന്നു, യേശുക്രിസ്തുവിലൂടെ ശരിയായ രീതി വന്നു. നമ്മുടെ തിരിച്ചറിവ് നമ്മൾ എങ്ങനെയാണ് വെക്കുന്നത്? സ്വർഗീയ പിതാവ് ആത്മാവാണ്, ഞാനും നിങ്ങളും ആത്മീകരാണ്. എല്ലാ സത്യവും നിങ്ങളുടെ ആത്മാവുമായിട്ടാണ് തുടങ്ങുന്നത്.
പിന്നെയാണ് അത് പ്രകടമായി വരുന്നത്. അതുകൊണ്ടാണ് വചനത്തിൽ എഴുതിയിരിക്കുന്നത്, അവൻ നമുക്ക് എല്ലാത്തിൻ്റെയും അനുഗ്രഹം നൽകിയിരിക്കുകയാണ്. ആ സ്വർഗീയ അനുഗ്രഹത്തിൻ്റെ അർത്ഥം അത് പുറത്താണ്, അവിടെ നിന്ന് എനിക്കതിനെ താഴേക്ക് വലിക്കണമെന്നുള്ളതല്ല. അതിൻ്റെ അർത്ഥം ആ എല്ലാ അനുഗ്രഹങ്ങളും അത് ആത്മാവിലാണ്. എന്തുകൊണ്ട് ഞാനൊരാത്മാവാണ്. അതുകൊണ്ട് ഞാൻ സഭയിൽ വരുമ്പോൾ, ഞാൻ വചനം കേൾക്കുമ്പോൾ ഞാൻ അറിയുന്നു ഇത് എൻ്റെ അവകാശമാണ്. നിങ്ങൾ ആ സത്യം കാണുമ്പോൾ നിങ്ങളതിൽ വിശ്രമിക്കുക. അത് സത്യമായതുകൊണ്ട് നിങ്ങൾ ആ സത്യമാക്കാൻ ശ്രമിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ കണ്ണിൻ്റെ മുമ്പിൽ നിന്ന് ആ മൂടുപടം മാറുകയാണ്. ഇതൊരു കണ്ണാടി പോലെയാണ്. അത് യാഥാർത്ഥ്യം നിങ്ങളെ കാണിക്കുകയാണ്. ഇത് എൻ്റേതാണ്. ഞാനത് അറിഞ്ഞിട്ട് അതിൽ വിശ്രമിക്കണം. നമ്മൾ സത്യത്തിൽ എത്ര അനുഗ്രഹിക്കപ്പെട്ടവരാണ്. നമ്മൾക്ക് പരിശുദ്ധാത്മാവിനെ നൽകിയിരിക്കുകയാണ്. ആ മേഖല കാണിക്കുവാൻ വേണ്ടി അവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോഴും അവിടെ ശരിയായ അവസ്ഥയില്ല. ദൈവത്തിൻ്റെ രീതി അവിടെയില്ല. പ്രശ്നമുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട്, എൻ്റെ ജീവിതത്തിൽ ഒരു പുത്രനെ പിതാവ് അയച്ചു. അവൻ കാണിച്ചു, ആ മേഖലയിൽ എനിക്ക് ശരിയായ രീതിയുടെ ആവശ്യമുണ്ട്. ഞാൻ നന്ദി അർപ്പിക്കുകയാണ് ക്രിസ്തുവിൻ്റെ ശരീരത്തിനായി. അതിൽ നമ്മളെല്ലാവരും ഒന്നാണ്. ചില കാര്യങ്ങൾ അത് നിങ്ങൾ മാത്രമായിരിക്കും കാണുന്നത്. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ ആ വ്യക്തിയുടെ ജീവിതത്തിന് വേണ്ടി നിയമിക്കപ്പെട്ടിരിക്കുകയാണ്, അവിടെ ശരിയായ രീതി കൊണ്ടുവരുവാൻ വേണ്ടി. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം അതിൻ്റെ 21-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, യേശു അവളോട് പറഞ്ഞത്, സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ലോ വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ഇച്ഛിക്കുന്നു. ദൈവം ആത്മാവാകുന്നു. അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, എപ്പോഴെങ്കിലും നിങ്ങൾ അവൻ്റെ സത്യത്തെ വിശ്വസിച്ച് അതിൽ ഗ്രഹിക്കുമ്പോൾ, നിങ്ങളുടെ തിരിച്ചറിവിനെക്കുറിച്ചുള്ളതിൽ നിങ്ങൾ പിതാവിനെ ആരാധിക്കുകയാണ്. അത് പാട്ട് പാടുക മാത്രമല്ല, എല്ലാ സമയത്തും നിങ്ങൾ ആ സത്യം ഗ്രഹിക്കുമ്പോൾ, അതിനെ പിടിച്ചുകൊള്ളുമ്പോൾ നിങ്ങൾ പിതാവിനെ ആരാധിക്കുകയാണ്. നമുക്ക് മുന്നോട്ട് വായിക്കാം. 1 കൊരിന്ത്യർ അതിൻ്റെ 15-ാം അധ്യായം 45-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഒന്നാം മനുഷ്യനായ ആദാം ജീവനുള്ള ദേഹിയായി തീർന്നു എഴുതിയിരിക്കുന്നുവല്ലോ. ഒടുക്കത്തെ ആദാം ജീവിക്കുന്ന ആത്മാവായി. നിങ്ങൾക്കറിയാമോ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എപ്പോഴെങ്കിലും നിരാശരായിരിക്കുമ്പോൾ നിങ്ങൾ ആ സ്ഥാനത്ത് നിന്ന് പുറത്തു വരിക. അത് ആദാമിൻ്റെ സ്ഥാനമാണ്. നിങ്ങൾ യേശു ക്രിസ്തുവിലാണ്. നിങ്ങൾ ജീവൻ നൽകുന്ന ആത്മാവാണ്. നിങ്ങൾ പോകുക, എന്നിട്ട് ആരോടെങ്കിലും സുവിശേഷം അറിയിക്കുക, നിങ്ങളുടെ സാക്ഷ്യം പറയുക. എന്തുകൊണ്ടെന്നാൽ ആ സ്ഥാനമാണ് തിരിച്ച് നിങ്ങൾ എടുക്കുമ്പോൾ പുത്രൻ്റെ സ്ഥാനം. പിന്നെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ പ്രശ്നം, എന്തിനു വേണ്ടി നിങ്ങൾ നിരാശരായിരുന്നോ, അത് തന്നെത്താൻ ശരിയാകുവാനിടയാകും. എന്തുകൊണ്ടെന്നാൽ നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ സ്ഥാനം ഏറ്റെടുത്തിരിക്കുകയാണ്, നിങ്ങളുടെ വിശ്രമത്തിൻ്റെ സ്ഥാനം. ഞാൻ ഒരുപാട് പ്രാവശ്യം എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാക്ഷ്യങ്ങൾ അങ്ങനെയുള്ളത് കാണുവാനിടയായിട്ടുണ്ട്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, എന്നാൽ ആത്മീകമല്ല പ്രാകൃതമത്ര ഒന്നാമത്തേത്, ആത്മീകം പിന്നത്തേതിൽ വരുന്നു. ഒന്നാം മനുഷ്യൻ ഭൂമിയിൽ നിന്ന് മണ്ണുകൊണ്ടുള്ളവൻ, രണ്ടാം മനുഷ്യൻ സ്വർഗത്തിൽ നിന്നുള്ളവൻ. ഒന്നാം മനുഷ്യൻ എന്തുകൊണ്ടുള്ളവനായിരുന്നു? മണ്ണുകൊണ്ടുള്ളവൻ. ഞാനും നിങ്ങളും ആദത്തിൽ നിന്നുള്ളവരാണോ? നമ്മുടെ വീണ്ടും ജന്മം എങ്ങനെയാണ് നമ്മൾ പ്രാപിച്ചത്? ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നു, നിങ്ങളോട് സുവിശേഷം അറിയിച്ചു. ആ വചനത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജന്മം നടന്നു. യേശു ക്രിസ്തുവിൻ്റെ വീണ്ടും ജന്മം എങ്ങനെയാണ് നടന്നത്? ഞാനും നിങ്ങളും ആദമിൽ നിന്നുള്ളവരാണോ? നമ്മുടെ വീണ്ടും ജന്മം എങ്ങനെയാണ് നടന്നത്? ഒരാൾ നിങ്ങളുടെ അടുത്ത് വന്നു, അവർ നിങ്ങളോട് സുവിശേഷം പറഞ്ഞു. നിങ്ങൾ ആ വചനത്തിലൂടെ എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജന്മം നടന്നു. യേശുവിൻ്റെ ജന്മം എങ്ങനെയാണ് നടന്നത്? അത് നമ്മൾ വചനത്തിൽ വായിക്കുന്നത് എങ്ങനെയാണ്? വചനം മറിയത്തിൻ്റെ അടുത്തെത്തി. ആ വചനത്തിലൂടെ മറിയം ഗർഭിണിയാകുവാനിടയായി തീർന്നു. ആ വചനമാണ് പിന്നെ ജഡമായി തീർന്നത്. എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജന്മം ഇങ്ങനെയാണ് നടന്നത്. ആ വചനം നമ്മൾ കേട്ടു, അത് നമ്മൾ സ്വീകരിച്ചു, പരിശുദ്ധാത്മാവ് വന്നു, നമ്മുടെ വീണ്ടും ജന്മം നടക്കുവാനിടയായി. ആ ജനനം സ്വർഗത്തിൽ നിന്നാണ് നമ്മൾക്ക് ലഭിച്ചത്. എല്ലാം നമ്മുടെ ജീവിതത്തെക്കുറിച്ചുള്ളത് അത് ആദമിൽ നിന്നും വളരെ വ്യത്യസ്തമാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. 2 കൊരിന്ത്യർ അതിൻ്റെ 5-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിന് ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരുണ്ടായിരുന്നു. പക്ഷേ അവൻ പൗലോസിനെ ആ വെളിപ്പാട് കൊടുക്കുവാനായി, യേശു എന്നിലുണ്ട് എന്ന വെളിപ്പാട് കൊടുക്കുവാൻ തിരഞ്ഞെടുത്തു. അവൻ്റെ ഏതെങ്കിലും ശിഷ്യന്മാർക്ക് കൊടുക്കാമായിരുന്നു. എന്തുകൊണ്ടെന്നാൽ അവരെല്ലാം അവനോട് കൂടെ ശരീരത്തിൽ സമയം ചെലവഴിച്ചിരുന്നു. അവർ ഇപ്പോഴും അവനെ ശരീരത്തിനനുസരിച്ച് അറിയുന്നു. എന്തുകൊണ്ടെന്നാൽ ആ ന്യായപ്രമാണം പൂർത്തീകരിക്കാനാണ് അവൻ വന്നത്. പല കാര്യങ്ങളും ക്രൂശിൽ പോകുന്നതിന് മുമ്പ് അവൻ പറഞ്ഞത് നമുക്ക് വേണ്ടി അത് വ്യത്യസ്തമായിരുന്നു. അവനെല്ലാം പൂർത്തീകരിച്ചു. എനിക്ക് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെക്കുറിച്ചുണ്ടായിരുന്നത്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പുതിയ സൃഷ്ടി, പുതിയ ജാതി,
ഒരു പുതിയ ആദം സൃഷ്ടിക്കപ്പെട്ടു. ഇതേ രീതിയിലുള്ള ആദം ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല. നമുക്ക് നമ്മുടെ തിരിച്ചറിവ് ലഭിക്കുന്നത് നമ്മൾ ജനിച്ച വിത്തിലൂടെയാണ്. എന്തുകൊണ്ടെന്നാൽ ഒരു വിത്ത് അത് നശിച്ചു പോയി, സ്വർഗീയ പിതാവ് പിന്നെ മറ്റൊരു വിത്തിനെ അയക്കുകയാണ്. നിങ്ങൾ ചിന്തിച്ചു നോക്കുക, നിങ്ങൾ മറ്റൊരു ബീജത്തിൽ നിന്ന് എങ്ങനെയാണ് ജനിച്ചത്? ആ വിശ്വാസത്തിലൂടെ. അതുകൊണ്ട് ആരെങ്കിലും നിങ്ങളോട് ആ സുവിശേഷത്തിൻ്റെ വചനം തന്നപ്പോൾ, നിങ്ങൾ ആ വചനം ഗ്രഹിച്ചപ്പോൾ നിങ്ങളുടെ വീണ്ടും ജന്മം നടക്കുവാനിടയായി. ആ വചനത്തിലൂടെ നിങ്ങളുടെ ഹൃദയത്തിൽ വിതയ്ക്കപ്പെട്ടത് ഒരു ആപ്പിളിൻ്റെ വിത്ത് നിങ്ങൾ വിതയ്ക്കുമ്പോൾ അതിനറിയാം അതിനെ ആപ്പിൾ ഉത്ഭവിപ്പിക്കണമെന്ന്. അതേ രീതിയിൽ ജീവൻ്റെ വിത്ത് നമ്മുടെ ഉള്ളിൽ വിതയ്ക്കപ്പെട്ടു. അത് അതിൻ്റെ സ്വഭാവത്താൽ തന്നെ എല്ലാ മരണത്തിൻ്റെ അംശങ്ങളെയും അത് നശിപ്പിച്ചു കളയും. നമ്മുടെ ജീവിതത്തിലില്ല ഉള്ളത് ആ പ്രശ്നത്തിൽ അതൊരു ശരിയായ രീതി കൊണ്ടുവരികയാണ്. എന്തുകൊണ്ടെന്നാൽ സമാധാനമുണ്ട് ആ വിത്തിൽ. സമാധാനം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രീതി കൊണ്ടുവരുന്നു. ആ വിത്തിലൂടെ നമ്മൾ വീണ്ടും ജന്മം പ്രാപിച്ചു. ആദമിൻ്റെ വിത്തിൽ മരണമുണ്ടായിരുന്നു. പക്ഷേ ഈ കെടാത്ത ബീജം യേശുക്രിസ്തുവിൻ്റേത്, അത് എല്ലാ മരണത്തെയും പുറത്താക്കി കളയുന്നു. നമ്മുടെ ജീവിതത്തിൽ നിന്നും, നമ്മുടെ ശരീരത്തിൽ നിന്നും, നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിൽ നിന്നും. ഈ വിത്ത് ഇത് നിങ്ങളുടെ ജീവിതത്തിൽ എവിടെയൊക്കെ പ്രശ്നങ്ങളുണ്ടോ അവിടെ നിന്നെല്ലാം അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിന്നുള്ള ശരിയായ രീതി ഉണ്ടാവുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. മുന്നോട്ട് വചനത്തിൽ എഴുതിയിരിക്കുകയാണ് 17-ാം വാക്യത്തിൽ, ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. അവൻ പുതിയ ആദത്തിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. ആദം പാപത്തിൻ്റെയും മരണത്തിൻ്റെയും മേഖലയിലായിരുന്നു. ഒരു പുത്രൻ, അവൻ ജീവൻ്റെ പ്രമാണത്തിന് അധീനനാണ്. പുത്രൻ്റെ അകത്ത് പുനരുത്ഥാന ജീവനുണ്ട്. ഞാനും നിങ്ങളും സ്വർഗീയജാതിയാണ്, ആ സ്വർഗത്തിൽ നിന്നും ജനിച്ചവർ. ആദ്യത്തെ ആദം അവൻ മണ്ണുകൊണ്ടുള്ളവനായിരുന്നു. ഞാനും നിങ്ങളും സ്വർഗീയന്മാരാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. നമുക്ക് 16 മുതൽ വായിക്കാം. വീണ്ടും ഇവിടെ എഴുതിയിരിക്കുകയാണ്, ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഒരുത്തൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു. പഴയത് കഴിഞ്ഞുപോയി, അത് പുതിയതായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ അർത്ഥം എന്താണ്? പഴയത് കഴിഞ്ഞുപോയി എന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും, എവിടെയൊക്കെ ലോകം സഞ്ചരിക്കുന്ന രീതിയുണ്ട്. ഒരു ഉദാഹരണത്തിൻ്റെ രൂപത്തിൽ നിങ്ങൾക്കറിയാമോ, നിങ്ങൾ ജോലി ഒരു വ്യക്തിയാണ് എങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അവധി ലഭിക്കുമ്പോൾ നിങ്ങളിങ്ങനെ ചിന്തിക്കരുത്, ഞാൻ പൈസ ഉണ്ടാക്കാൻ ഞാൻ എന്ത് ചെയ്യണമെന്ന്. എന്തുകൊണ്ടെന്നാൽ ആദമിൻ്റെ വംശമാണ് ഓരോ ദിവസവും അവർ ധനം സമ്പാദിക്കാനായിട്ട് അതിൻ്റെ അടിമകളായിരിക്കുന്നത്, അതിൻ്റെ ദാസത്വത്തിലാണ്. ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല ഞാൻ ഈ ലോകത്തിൻ്റെ രീതിക്കനുസരിച്ച് ജീവിക്കണമെന്ന്. യേശുക്രിസ്തു 3.5 വർഷത്തെ ശുശ്രൂഷയിൽ ഒരുപാട് ഫലങ്ങൾ ഉത്ഭവിച്ചു. അത് ഇന്നും നമുക്ക് കാണാൻ സാധിക്കും. എനിക്ക് ഓർമ്മയുണ്ട്, എനിക്കും അവധി ലഭിക്കുവാനിടയായി. കോവിഡിൻ്റെ സമയത്ത് 3 മാസത്തോളം ഞാൻ വളരെ ഉത്സാഹത്തെയായിരുന്നു. ആ സമയത്ത് വചനത്തിൻ്റെ വിത്ത് ആ സമയത്ത് ഞാൻ വിതച്ചു. സൂം പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് കാണാൻ സാധിക്കും ആ വചനത്തിൻ്റെ ഫലം. ഇന്ന് അത് പ്രകടമായി കാണാൻ സാധിക്കും. ആ സമയത്ത് പുത്രന്മാരാണ് ഏറ്റവും അധികം അനുഗ്രഹിക്കപ്പെട്ടത്. എന്തുകൊണ്ടെന്നാണ് മരണത്തിൻ്റെ ഭയം അല്ലെങ്കിൽ രോഗത്തിൻ്റെ ഭയം നമ്മുടെ അകത്തില്ലായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്കറിയാം, എവിടെ വെളിച്ചമുണ്ടോ അവിടുന്ന് തന്നെത്താൻ ഇരുട്ടും നീങ്ങിപ്പോകും. എത്ര വലിയ കൂരിരുട്ടാണെങ്കിലും അതിൻ്റെ ഇടയിൽ ചെറിയൊരു വെളിച്ചമാണെങ്കിലും അത് പ്രകാശിക്കുവാനിടയാകും. നിങ്ങൾക്കറിയാമോ ചിലപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന്? എൻ്റെയും നിങ്ങളുടെയും വീണ്ടും ജന്മം നടന്നിട്ടുണ്ടാവും, പ്രാപിച്ച ആളുകളായിരിക്കാം നമ്മൾ. പക്ഷെ നമ്മുടെ ചിന്ത, നമ്മുടെ സങ്കല്പങ്ങൾ ആ പഴയ ആദമിൽ നിന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ മരണം നമുക്ക് കാണാനിടയാകുന്നത്. നമ്മൾ നമ്മുടെ പ്രാണനെ ഇതുവരെ പുതിയതാക്കിയിട്ടില്ല. ആ ജീവൻ വരുന്നത് നമ്മൾ നമ്മുടെ പ്രാണനെ പുതിയതാക്കുന്നു. നമ്മുടെ പുതിയ മനുഷ്യൻ്റെ തിരിച്ചറിവിനനുസരിച്ച് പിന്നെയാണ് നമുക്ക് ജീവൻ കാണാൻ സാധിക്കുന്നത്. എല്ലാ മേഖലയിലും നിങ്ങൾ ആ പഴയ മനുഷ്യത്വത്തിൻ്റെ തിരിച്ചറിവിലാണെങ്കിൽ പലപ്പോഴും നിങ്ങൾക്ക് തോന്നാം, ഞാൻ പ്രാർത്ഥിക്കുന്നു, പക്ഷേ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എനിക്ക് ലഭിക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ ബന്ധം പിതാവുമായിട്ടുണ്ടായിരുന്നത് അത് ദൈവത്തെ പോലെയല്ല അവന് എന്തെങ്കിലും അവനെ കണ്ടിരുന്നത്. വചനത്തിൽ എഴുതിയിരിക്കുന്ന അനേകം സഹോദരന്മാർക്ക് അവൻ ആദ്യജാതനായിരുന്നു. അത് പുത്രത്വത്തിൻ്റെ യാഥാർത്ഥ്യമാണ്, നമുക്കറിയാം. അതിനുശേഷം അനേക പുത്രന്മാർ ഉത്ഭവിക്കപ്പെട്ടു. അവൻ എന്താണ് ചെയ്യുന്നത്? നമ്മൾ പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കുമ്പോൾ ആ സത്യത്തിൻ്റെ ആത്മാവ് അത് നമ്മുടെ ഉള്ളിൽ ആ സത്യത്തെ പ്രകടമാക്കുകയാണ്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ആ ഫലങ്ങൾ ഉത്ഭവിപ്പിക്കാൻ തുടങ്ങും. സ്വർഗീയ രാജ്യം എന്തുകൊണ്ടെന്നാൽ
അതിലൊരു രീതിയുണ്ട്. അതിൽ നമ്മൾ ഭാഗവാക്കാണ്. അവിടെ വളരെ ആവശ്യമാണ്. വചനവുമായി നമ്മൾ കൂട്ടായ്മ ആചരിക്കണം, പരിശുദ്ധാത്മാവുമായി നമ്മൾ കൂട്ടായ്മ ആചരിക്കണം. നിങ്ങൾക്കറിയാമോ, നമ്മുടെ സഭയിൽ ഒരു സാക്ഷ്യമുണ്ടായി. ഒരാളുണ്ടായിരുന്നു, ഒരുപാട് സമയമായിട്ട് രോഗിയായിരുന്നു. പക്ഷേ അവർ വചനമെടുത്തു, എന്നിട്ട് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിച്ചു. ആ സത്യം അവർ പിടിച്ചുകൊണ്ടു, അതിൽ വിശ്രമിച്ചു. ഇന്ന് അവരെ നമ്മൾ നോക്കുമ്പോൾ ആ രോഗത്തിൽ നിന്ന് അവർ സ്വാതന്ത്ര്യം പ്രാപിച്ചിരിക്കുന്നു. അത് ഇത്ര നാളായിട്ട് എന്നോട് കൂടെ ഉണ്ടായിരുന്നു. നമ്മൾ സത്യം പിടിച്ചുകൊള്ളുമ്പോൾ, അതിൽ വിശ്രമിക്കുമ്പോൾ, നമുക്കറിയാമോ, നമ്മൾ ആ വിശ്രമത്തിൽ നിലനിൽക്കുന്നതിലൂടെ മാത്രം ആ എല്ലാ സാഹചര്യങ്ങളും ചുറ്റുമുള്ളത് മാറുവാനിടയാകും. ഞാൻ നിങ്ങളെല്ലാം ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും നിങ്ങൾ പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കുക. അവൻ നിങ്ങളെ പഠിപ്പിക്കുവാനിടയാകും. നമുക്ക് മുന്നോട്ട് പോകാം. വചനത്തിൽ നമുക്ക് വായിക്കാം. മത്തായി അതിൻ്റെ 6-ാം അധ്യായം 33-ാം വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, യേശുക്രിസ്തു ആളുകളോട് സംസാരിക്കുകയാണ്, ഭക്ഷണത്തെക്കുറിച്ച് ഭാരപ്പെട്ടിരുന്നവരോട്. ഇതെല്ലാം എന്തിനു വേണ്ടി ആളുകൾ ഭാരപ്പെടുന്നോ, യേശുക്രിസ്തു എന്താണ് പറയുന്നത്? നിങ്ങൾ എങ്ങനെ ഇത് പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നാണ് യേശുക്രിസ്തു പറയുകയാണ്. ആ നീതിയിലൂടെ. എന്നോട് കൂടെ ഒരാളുണ്ടായിരുന്നു, എൻ്റെ അസിസ്റ്റൻ്റ് ആയിരുന്നു, എൻ്റെ കൂടെ ജോലി ചെയ്തിരുന്നതാണ്. അവൾ ആഗ്രഹിച്ചിരുന്നു ഒരുപാട് സമയത്തേക്ക് യേശുക്രിസ്തുവിനെ ദർശനത്തിൽ സ്വപ്നം കാണണമെന്ന്. ഞാൻ അവളോട് പറഞ്ഞു, നീ ഉറങ്ങാൻ പോയില്ല എങ്കിൽ നീ അങ്ങനെ ദർശനം കാണും. 6 മാസത്തിന് ശേഷം ഞാൻ അവളെ കാണുമ്പോൾ അവൾ പറയുകയാണ്, അവൾ വെള്ള വസ്ത്രം മാത്രമാണ് ധരിച്ചിരുന്നത്. ഞാൻ ചോദിച്ചു, എന്താണ് സംഭവിച്ചത്? യേശു എന്നോട് പറഞ്ഞു വെള്ള വസ്ത്രം ധരിക്കണമെന്ന്. ഞാൻ അവളോട് പറഞ്ഞു, നീ തെറ്റായി അതിൻ്റെ അർത്ഥം എടുത്തിരിക്കുന്നത്. എന്ത് സ്വപ്നമായിരുന്നു എന്നോട് പറയുക. അവൾ പറഞ്ഞു, അവൻ എൻ്റെ മുമ്പിലിരുന്നു, നിന്റെ എല്ലാ പ്രശ്നത്തെയും ഉത്തരം ഞാൻ വെള്ളവസ്ത്രം ധരിച്ചിരിക്കുന്ന പോലെ നീയും വെള്ളവസ്ത്രം ധരിക്കുക. ഞാൻ അവളോട് വചനം പറഞ്ഞു, ആദ്യം അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടി ഇതൊക്കെയും നിങ്ങൾക്ക് ലഭിക്കും. അവൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവൻ്റെ നീതി ബോധത്തിൽ നിങ്ങൾ ഉണരണം എന്നുള്ളതാണ്. അത് നിങ്ങളുടെ നീതിയല്ല, അവൻ്റെ നീതിയാണ് അവൻ നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. ഇപ്പോൾ ഞാനും നിങ്ങളും ആദത്തിലല്ല, നമ്മൾ ക്രിസ്തുവിലാണ്. എന്തുകൊണ്ടെന്നാൽ പുത്രനാണ് ക്രിസ്തുവിൽ പിതാവിൻ്റെ നീതിയായിരിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ എല്ലാവരും പുത്രൻ ജനിക്കുന്നവർ അവർ പിതാവിന് മുമ്പ് നീതിമാന്മാരാണ്. ആദമിൻ്റെ വിത്തിൽ നിന്ന് ജനിച്ചവരെല്ലാം പാപികളായി. ഇപ്പോൾ നമ്മൾ വീണ്ടും ജനം പ്രാപിച്ചിരിക്കുന്ന പുത്രൻ്റെ ബീജത്തിൽ നിന്നാണ്. അവൻ നീതിമാനാണ്. എനിക്കും നിങ്ങൾക്കും പിതാവിന് മുമ്പിൽ അത് എന്താണാക്കുന്നത്? നമ്മളെ നീതിമാന്മാരാക്കുന്നു. നമ്മുടെ നീതി നഷ്ടപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കുമോ? ഇല്ല. അത് ഏറ്റവും ആദ്യത്തെ കാര്യം, അത് കർമ്മത്തിലൂടെ, നമ്മുടെ പ്രവൃത്തിയിലൂടെയല്ല നമുക്ക് ലഭിച്ചത്, ജന്മത്താൽ നമുക്ക് ലഭിച്ചതാണ്. നിങ്ങൾക്ക് ഒരു വിത്ത് അതിൻ്റെ സ്വഭാവത്താലാണ് ഫലം കൊണ്ടിരുന്നത് നിങ്ങൾക്കറിയാമെങ്കിൽ, പാപത്തിൻ്റെ വിത്ത് വിതച്ചാൽ പാപമുണ്ടായി. ആ കെടാത്ത ബീജം, ആ പുത്രൻ്റെ ബീജം, അത് ലോകത്തിൽ വന്നപ്പോൾ, അത് വിതയ്ക്കപ്പെട്ടപ്പോൾ, അവനിൽ നിന്നും ജനിച്ചതെല്ലാം അതേ വിത്തിൻ്റെ സ്വഭാവമുള്ളതാണ്. അതുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്, അവനിൽ നിന്ന് ജനിച്ചവർക്ക് ആർക്കും പാപം ചെയ്യാൻ സാധിക്കുകയില്ല. അതാണ് നമ്മുടെ ആത്മീയ തിരിച്ചറിവ്. ശരീരത്തിൽ നിങ്ങൾക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണം കാണാൻ സാധിക്കും, പക്ഷേ എൻ്റെയും നിങ്ങളുടെയും തിരിച്ചറിവ് ശരീരത്തിൽ നിന്നല്ല വരുന്നത്. അതുകൊണ്ടാണ് ദൈവം ശരീരത്തിൽ കുറ്റം വിതച്ചത്. അതിൻ്റെ ശിക്ഷ, ആ ശരീരത്തിൻ്റെ ശിക്ഷ നൽകേണ്ടിയിരുന്നത് ആ പാപത്തിൻ്റേത് യേശുക്രിസ്തു അവൻ്റെ ശരീരത്തിൽ വന്ന് അത് പൂർത്തീകരിച്ചു. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? നമ്മുടെ തിരിച്ചറിവ് ആ ആത്മീയ തിരിച്ചറിവാണ്. ആ നീതിയുമായി നമ്മൾ സഞ്ചരിക്കുന്നത് നമ്മുടെ നീതിയല്ല, അത് വിശ്വാസത്തിലൂടെ നമുക്ക് ലഭിച്ച നീതിയാണ്. എല്ലാം ഒരു പുത്രൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് അത് വിശ്വാസത്തിലൂടെയാണ്. നിങ്ങൾക്കറിയാമോ, എല്ലാ കാര്യങ്ങളും പുത്രൻ്റെ ആവശ്യം ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു. അവന് ഈ ലോകവുമായി ഇതിൽ നിന്നൊന്നും ലഭിക്കുകയില്ല. നമ്മൾ പുറത്തു നിന്നുള്ള ആ കാര്യമല്ല നമ്മൾ ചെയ്യുന്നത്. എവിടെയെങ്കിലും നിങ്ങൾ കാണുകയാണ്, ഇവിടെ ഒരുപാട് ആളുകളുണ്ട്, ഇവിടെ ആളുകൾ കുറവാണ്, അല്ലെങ്കിൽ ഇവിടെയുള്ളവർ യൗവനക്കാരാണ്, അവിടെ യൗവനക്കാരല്ല. നമ്മൾ വചനം നോക്കി തിരിച്ചറിയുക. നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിങ്ങൾ പ്രാപിക്കുന്നത് അത് വചനത്തിലൂടെയാണ് നിങ്ങൾ പ്രാപിക്കുന്നത്. അതുകൊണ്ടാണ് യേശുക്രിസ്തു മരുഭൂമിയെ തിരഞ്ഞെടുക്കുന്നത്, അവിടെ 5000 പേരെ ഭക്ഷിപ്പിക്കാൻ. ആദമിൻ്റെ തലമുറ അവർ ചിന്തിക്കും അവിടെ ധനം വേണം, അവിടെ നമുക്ക് മേടിക്കാൻ പോകേണ്ടി വരും. പക്ഷേ പുത്രൻ്റെ കാര്യങ്ങളെല്ലാം അവിടെ ഉപലബ്ധമാകുന്നത് അത് വേറൊരു രീതിയിലാണ്. അത് വിത്താണ്. അത് സാധാരണമായി തോന്നുകയില്ല. അത് അമൂല്യമാണ്. ഈ ലോകത്തിൻ്റെ രീതിക്ക് അനുസരിച്ചല്ല, എനിക്കും നിങ്ങൾക്കും വേണ്ടി. പക്ഷെ അതെല്ലാം വളരെ ലാളിത്യമായിരിക്കും. അത് ധനമാണെങ്കിലും, നിങ്ങൾ ഒരു ക്ലയൻറ്റിനെ ഉണ്ടാക്കും, അവർ നിങ്ങളാൽ ഒരുപാട് സന്തോഷം അനുഭവിക്കും, അവർ പിന്നെ നിങ്ങളുടെ അടുത്ത് തന്നെ തിരിച്ചു വരും. അങ്ങനെ ഒരുപാട് സാക്ഷ്യങ്ങൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ വ്യക്തിപരമായി കണ്ടിട്ടുണ്ട്. അവൻ്റെ നന്മകൾ, പിതാവിൻ്റെ നന്മകൾ അനുഭവിച്ചിട്ടുണ്ട്. പിതാവ് പ്രവർത്തിക്കുമ്പോൾ അത് കൃപയാലാണ് പ്രവർത്തിക്കുന്നത്. കൃപ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുവാനിടയാകും. യോസഫിൻ്റെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും ആ കൃപ പ്രവർത്തിക്കുന്നത്. അത് അവിടെ ചിലപ്പോൾ ഞാനായിരുന്നുവെങ്കിൽ ഞാൻ ചിലപ്പോൾ ദേഷ്യപ്പെട്ടേനെ, വളരെ വല്ലാത്തതായിരുന്നിരിക്കാം.
പക്ഷെ അതിൽ നിന്ന് മാറ്റി അവരെ ആ ദാസത്വത്തിൽ നിന്ന് മാറ്റി അവരെ നല്ല വസ്ത്രങ്ങൾ അടിച്ച് ഫറവോന്റെ മുമ്പിൽ അവരെ കൊണ്ടുവരികയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എല്ലാം മാറുവാനിടയാകും. സ്വർഗീയ പിതാവിന് അതിന് ഒരൊറ്റ നിമിഷം മതി. അതുകൊണ്ട് ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. പുറത്തുനിന്നല്ല ഒന്നും അകത്തേക്ക് തുടങ്ങുന്നത്, അകത്തു നിന്നാണ് എല്ലാം തുടങ്ങുന്നത്. ഞാൻ സഭയിൽ പോകുമ്പോൾ ഞാൻ അവരുമായി സുവിശേഷം അറിയിക്കാറുണ്ട്. അതിനുശേഷം ഞാൻ എന്താണ് ചെയ്യാറ്? ഞാൻ പാസ്റ്ററോട് ചെന്ന് പറയും, നിങ്ങൾ പ്രസംഗിക്കുന്നത് അത് പഴയതാണ്, അതുകൊണ്ടാണ് മരണം നിങ്ങൾ സഭയിൽ കാണുന്നത്. വളരെ ആവശ്യമാണ്. നമ്മൾ പുനരുത്ഥാന സഭകൾ സ്ഥാപിക്കണം. ആ ആദിജാതന്മാരുടെ സഭ എന്ന് പറയണം. ആരാണ് ആദിജാതൻ? ആ പുനരുത്ഥാനം യേശുക്രിസ്തുവിന് ശേഷമുള്ളത്. അതുകൊണ്ട് ആരോടെങ്കിലും നിങ്ങൾ സത്യം ഷെയർ ചെയ്യുമ്പോൾ അവർ പുതിയ സൃഷ്ടിയെക്കുറിച്ചും പുതിയ തിരിച്ചറിവിനെക്കുറിച്ചുമായിരിക്കണം. ആരെങ്കിലും പുതിയതിലല്ല എങ്കിൽ അവരുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുകയില്ല. ജയാളികളാവാൻ അവർക്ക് സാധിക്കുകയില്ല. നിങ്ങൾ കൈവച്ചാൽ സൗഖ്യമുണ്ടാകുമായിരിക്കാം, അത് പിന്നെയും അവർ രോഗികളായി തീരും. അത് കുറച്ച് സമയത്തേക്കുള്ള സമാധാനമാണ്. എത്ര പേർ ആഗ്രഹിക്കുന്നു ആ വേരിൽ നിന്ന് ആ പ്രശ്നം അത് മാറ്റണമെന്ന്? അതാണ് സ്വർഗീയ ആരോഗ്യത്തിൽ ജീവിക്കുക എന്നുള്ളത്. ഇതാണ് പുത്രത്വം. സമയമെടുക്കും, പക്ഷെ നിങ്ങൾ ആ പരിപൂർണതയിലേക്ക് വരും. ഒരുപാട് ആളുകൾ അതുകൊണ്ട് മറ്റുള്ള സഭകൾ നമ്മുടെ സഭയിൽ വരുമ്പോൾ ഞാൻ കാണാറുണ്ട്, നിങ്ങൾ ബന്ധത്തിലായിരുന്നിരിക്കാം, അത് സഭയുമായിട്ടാണ്, സ്വർഗീയ പിതാവുമായിട്ടല്ല. നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ ഏറ്റവും അധികം സമയം അത് അതിൻ്റെ അമ്മയുടെ മടിയിലായിരിക്കും സമയം ചിലവഴിക്കുന്നത്. ആ ബന്ധം കുറച്ച് സമയത്തേക്ക് ആ അമ്മയുടെയും കുഞ്ഞിൻ്റെയും ഇടയിൽ മാത്രമായിരിക്കും. ആ നീതി ആ പാല് പോലെയാണ്. ഞാൻ ആഗ്രഹിക്കുന്നു ആ ബന്ധം അവൻ്റെയും നിങ്ങളുടെ ഇടയിൽ മാത്രമായിരിക്കണമെന്ന്. ആ പാൽ എന്താണ് ചെയ്യുന്നത്? ആ കുഞ്ഞിനെ ശക്തിയുള്ളതാക്കുന്നു. ഒരു പ്രാവശ്യം നിങ്ങൾ നീതിയിൽ ഉണരുമ്പോൾ അതിനുശേഷം മറ്റുള്ളവർക്കും നിങ്ങൾ ജീവൻ നൽകുവാനിടയാകും. നിങ്ങളുടെ വ്യക്തിപരമായ ബന്ധമില്ല എങ്കിൽ അമ്മയുമായിട്ട് അതൊരു അനാഥത്വമാണ്. അതുകൊണ്ട് നിങ്ങൾ മറ്റുള്ള സഭകളിൽ നിന്ന് വരുമ്പോൾ, നിങ്ങൾക്കിവിടെ വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നാം, ഇവിടെ പ്രാർത്ഥിക്കുന്നില്ലെന്ന് തോന്നും. എന്തുകൊണ്ടെന്നാൽ ഞങ്ങൾ ആഗ്രഹിക്കുന്നു നിങ്ങൾ പിതാവുമായ ബന്ധത്തിലായിരിക്കണമെന്ന്. നിങ്ങൾ ആ പാല് കുടിക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പിതാവ് എത്ര നല്ലവനാണ്. നിങ്ങൾ അറിയുക, നിങ്ങൾക്ക് ഒരു നല്ല പിതാവുണ്ട്. നിങ്ങൾ ആ പരിപൂർണതയിലേക്ക് വരുമ്പോൾ പിന്നെ നമുക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പോയി മറ്റുള്ളവർക്കും ആ ജീവൻ നൽകുവാനിടയാകും. നിങ്ങൾക്കറിയാമോ, സ്വർഗീയ പിതാവ് യേശുക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചു. ആ സ്ഥാനമുണ്ടാക്കുവാൻ വേണ്ടി ഇന്ന് ഞാനും നിങ്ങളും സ്വർഗീയ പിതാവിൻ്റെ മുമ്പിൽ നേരെ പോകുവാനായിട്ട്, അവനുമായി സംസാരിക്കുവാനായിട്ട്. അവൻ്റെ ഏറ്റവും വലിയ അഹങ്കാരം എന്ന് പറയുന്നത് അവൻ നമ്മുടെ എല്ലാവരുടെയും പിതാവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും ആദ്യം നിങ്ങൾ അവൻ്റെ അടുത്തേക്ക് ചെല്ലുക. അതുകൊണ്ടാണ് നമ്മൾ വചനത്തിൽ വായിച്ചത്, മുമ്പേ അവൻ്റെ രാജ്യവും നീതിയും അന്വേഷിപ്പിൻ, അതോടുകൂടെ ഇതൊക്കെയും നിങ്ങൾക്ക് കിട്ടും. എങ്ങനെ ലഭിക്കും? ആ നീതിയിലൂടെ, ആ പരിശുദ്ധാത്മാവിലൂടെ. മുന്നോട്ട് നമുക്ക് വായിക്കാം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 16-ാം അധ്യായം 4-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ആദിയിൽ ഇത് നിങ്ങളോട് പറഞ്ഞത് ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കുകൊണ്ടത്രേ. ഇപ്പോഴോ ഞാൻ എന്നെ അയച്ചവൻ്റെ അടുക്കൽ പോകുന്നു. നീ എവിടെ പോകുന്നു എന്ന് നിങ്ങൾ ആരും എന്നോട് ചോദിക്കുന്നില്ല. എങ്കിലും ഇത് നിങ്ങളോട് സംസാരിക്കൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിൽ ദുഃഖം നിറഞ്ഞിരിക്കുന്നു. എന്നാൽ ഞാൻ നിങ്ങളോട് സത്യം പറയുന്നു, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം. ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുക്കൽ അയക്കും. അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തിന് ബോധം വരുത്തും. അവർ എന്നിൽ വിശ്വസിക്കായ്കൊണ്ട് പാപത്തെക്കുറിച്ചും ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുകയും നിങ്ങൾ ഇനി എന്നെ കാണാതിരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നീതിയെക്കുറിച്ചും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, ഈ ലോകത്തിന്റെ പ്രഭു വിധിക്കപ്പെട്ടിരിക്കുന്നത് കൊണ്ട് ന്യായവിധിയെക്കുറിച്ചും തന്നെ. 12-ാം വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, ഇനിയും വളരെ നിങ്ങളോട് പറയുവാനുണ്ട്, എന്നാൽ നിങ്ങൾക്ക് ഇപ്പോൾ വഹിപ്പാൻ കഴിവില്ല. ഈ വെളിപ്പാട് പൗലോസിന് മുന്നോട്ട് ചെന്നിട്ട് കൊടുക്കുകയാണ്. 13-ാം വാക്യത്തിൽ നോക്കുക, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ. പരിശുദ്ധാത്മാവിനെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? സത്യത്തിന്റെ ആത്മാവ്. ആ സത്യം അവൻ പറയുകയാണ് എൻ്റെയും നിങ്ങളുടെയും തിരിച്ചറിവിനെ കുറിച്ച്. ആദമിൽ നിന്നല്ല, അവസാനത്തെ ആദമിൽ നിന്നല്ല, അവൻ്റെ പ്രിയപുത്രനിൽ നിന്ന്. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ്, സത്യത്തിന്റെ ആത്മാവ് വരുമ്പോഴോ അവൻ നിങ്ങളെ സകല സത്യത്തിലും വഴി നടത്തും. അവൻ സ്വയമായി സംസാരിക്കാതെ താൻ കേൾക്കുന്നത് സംസാരിക്കുകയും വരുവാനുള്ളത് നിങ്ങൾക്ക് അറിയിച്ചു തരികയും ചെയ്യും. അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരുന്നത് കൊണ്ട് എന്നെ മഹത്വപ്പെടുത്തും. പിതാവിനുള്ളതൊക്കെയും എനിക്കുള്ളത്. അതുകൊണ്ടത്രേ അവൻ എനിക്കുള്ളതിൽ നിന്നെടുത്ത് നിങ്ങൾക്ക് അറിയിച്ചു തരും എന്ന് ഞാൻ പറഞ്ഞത്. പരിശുദ്ധാത്മാവ് നിങ്ങളെ സൗഖ്യത്തിലേക്ക് കൊണ്ടുപോകും. എന്താണ് ഇവിടെ എഴുതിയിരിക്കുന്നത്? അവൻ നമ്മളെ എല്ലാ സത്യത്തെയും അവൻ നമുക്ക് പ്രകടമാക്കി തരും. ഏറ്റവും ആദ്യം സത്യം വരുന്നു, നമ്മൾ നമ്മുടെ ചെവി കൊണ്ട് കേൾക്കുന്നു. എന്തുകൊണ്ടെന്ന് നമുക്കറിയാം, കൃപയും സത്യവും യേശു ക്രിസ്തുവിലൂടെയാണ് വന്നത്. ഏറ്റവും ആദ്യം സത്യം വന്നു, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേഖലയിൽ
അവിടെ ജീവൻ എങ്ങനെയാണ് വരുന്നത്? ആ സത്യം ആ മേഖലയിൽ പ്രകടമാകുന്നതിലൂടെ. അവിടെ പ്രശ്നത്തെ അത് കാണിച്ചു തരുവാനിടയാകും. പിന്നെ നന്ദി അർപ്പിക്കും, പിതാവെ നന്ദി എനിക്ക് അത് കാണിച്ചു തന്നതിന്, ഇവിടെ പ്രശ്നമുണ്ട് എന്ന്. അങ്ങനെ ഈ പ്രശ്നത്തെ കാണിച്ചത് ഞാൻ അവിടെ തുടരുവാനല്ല. അതെന്തിനാണ് കാണിച്ചത്? അങ്ങയുടെ ശരിയായ രീതി അവിടെ വരുവാനാണ്. എന്തിനെന്നാൽ ഞാൻ ക്രൂശിലേക്ക് നോക്കി ഞാനത് മനസ്സിലാക്കണം. ഈ ശാപം, ഈ കാര്യം, ഇത് പുതിയ സൃഷ്ടിയതല്ല അല്ല, ഞാൻ ക്രിസ്തുവിലാണ്. എല്ലാ കാര്യങ്ങളും എൻ്റെ പ്രവൃത്തി മൂലമല്ല ഞാൻ പ്രാപിക്കുന്നത്, യേശുവിൻ്റെ രക്തത്തിലൂടെയാണ്. ഇനി ഞാൻ ഈ സത്യത്തിൽ വിശ്രമിക്കുന്നു. എനിക്കറിയാം ക്രൂശിൽ അങ്ങ് എനിക്ക് വേണ്ടി എല്ലാം പൂർത്തീകരിച്ചിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ ക്രൂശ് ആ ശരിയായ രീതിയെ കൊണ്ടുവരുന്നു. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള എല്ലാ സത്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നു. എന്തൊക്കെ പിതാവിൻ്റെതുണ്ടോ യേശുവിൻ്റെതുണ്ടോ അതെല്ലാം അവൻ നമ്മളോട് വന്ന് പറഞ്ഞു തരും. അതുകൊണ്ട് നമ്മൾ ആ സത്യവചനത്തെ വീണ്ടും വീണ്ടും ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ നീതി അത് ബുദ്ധി കൊണ്ട് ഗ്രഹിക്കുന്നതല്ല, അത് ഹൃദയത്തിൻ്റെ കാര്യമാണ്. ഈ സത്യത്തിൽ വിശ്രമിക്കണം. നമ്മുടെ ജനനം നീതിയിലാണ് നടന്നിരിക്കുന്നത്. ഞാനും നിങ്ങളും ഇവിടെ ഇരിക്കുന്നവരെല്ലാവരും വീണ്ടും ജനനം പ്രാപിച്ചവരാണ്. ആ കെടാത്ത ബീജത്താൽ ഒന്നും നിങ്ങൾക്ക് തന്നെത്താൻ സ്ഥാപിക്കേണ്ട കാര്യമില്ല. എന്തുകൊണ്ടെന്നാൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ജനനത്താലാണ്. ഏത് നിമിഷം നിങ്ങൾ വചനം കേട്ടത് ഗ്രഹിച്ചുവോ, നിങ്ങളുടെ വീണ്ടും ജനനം നടന്നു. നിങ്ങൾ ദൈവത്തിൻ്റെ സന്തതികളായി തീർന്നു. ഏത് ബീജത്താൽ നിങ്ങൾ ജനിച്ചുവോ അതിൽ നിങ്ങൾ വിശ്രമിക്കുക. എന്തുകൊണ്ടെന്നാൽ ആ ബീജത്തിൽ ജീവന്റെ സ്വഭാവമുണ്ട്. അതുകൊണ്ട് ഈ സത്യം അറിഞ്ഞുകൊണ്ട് ഈ സത്യത്തിൽ നമ്മൾ വിശ്രമിക്കാൻ നമുക്ക് സാധിക്കും. നമുക്ക് മുന്നോട്ട് നോക്കാം. നമുക്ക് എഫേസ്യർ 1:17 നമുക്ക് നോക്കാം. എഫേസ്യർ 1:17 വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, നമ്മൾ സംസാരിച്ചതുപോലെ തന്നെ നമ്മുടെ ഹൃദയ ദൃഷ്ടികൾ പ്രകാശിക്കുവാൻ വേണ്ടിയിട്ട്. നമുക്ക് മുന്നോട്ട് വായിക്കാം. റോമർ 5:17 വാക്യം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, ഏകന്റെ ലംഘനത്താൽ മരണം ആ ഏകന നിമിത്തമാണുവെങ്കിൽ കൃപയുടെയും നീതിദാനത്തിൻ്റെയും സമൃദ്ധി ലഭിക്കുന്നവർ യേശുക്രിസ്തു എന്ന ഏകൻ നിമിത്തം ഏറ്റവും അധികമായി ജീവനിൽ വാഴും. മുന്നോട്ട് നമുക്ക് വായിക്കാം. റോമർ 10 6 വാക്യം മുതൽ വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, വിശ്വാസത്താലുള്ള നീതിയോ ഇവണ്ണം പറയുന്നു, ക്രിസ്തുവിനെ ഇറക്കേണം എന്ന് വിചാരിച്ച് ആർ സ്വർഗത്തിൽ കയറുമെന്നോ, ക്രിസ്തുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് കയറ്റേണം എന്ന് വിചാരിച്ച് ആർ പാതാളത്തിൽ ഇറങ്ങുമെന്നോ നിന്റെ ഹൃദയത്തിൽ പറയരുത്. എന്നാൽ അത് എന്ത് പറയുന്നു? വചനം നിനക്ക് സമീപമായി, നിന്റെ വായിലും നിന്റെ ഹൃദയത്തിലും ഇരിക്കുന്നു. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസവചനം തന്നെ. യേശുവിനെ കർത്താവെന്ന് വായ്കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചുവെന്ന് ഹൃദയം കൊണ്ട് വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷിക്കപ്പെടും. മുന്നോട്ട് നോക്കുക. വചനത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും. അത് പാപിക്ക് വേണ്ടിയല്ല, നീതിക്ക് വേണ്ടി ഹൃദയം കൊണ്ട് വിശ്വസിക്കണം. രക്ഷയ്ക്കായിട്ട് വായ് കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പുതിയ സൃഷ്ടിയാണ്, എൻ്റെ സ്വഭാവത്തിൽ ഒരു രോഗവുമില്ല. ഒരു പുതിയ പ്രമാണം, ജീവന്റെ പ്രമാണം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണ്. ഞാൻ എൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ചു ആദ്യം. പിന്നെ ആ ഏറ്റുപറച്ചിൽ സ്വാഭാവികമായി പുറത്തേക്ക് വരികയാണ്. അതിനാൽ രക്ഷ നമ്മൾ പ്രാപിക്കുവാനിടയായി. ആ ജീവന്റെ മേഖലയിൽ ഞാൻ ശരിയായി ആ രീതിയെ കാണുവാനിടയായി. അവിടെ ശാലോം വന്നു, സമാധാനം, ദൈവത്തിന്റെ സമാധാനം. സമാധാനം എന്താണ് കാണിക്കുന്നത്? അവന്റെ ശരിയായ രീതിയാണ് കാണിക്കുന്നത്. നമുക്ക് മുന്നോട്ട് വായിക്കാം. കൊലോസ്യർ 1 അതിന്റെ 9 വാക്യം നമുക്ക് വായിക്കാം. ഇവിടെ എഴുതിയിരിക്കുകയാണ്, അതുകൊണ്ട് ഞങ്ങൾ അത് കേട്ട നാൾ മുതൽ നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാകുമെന്ന് നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരേണമെന്നും സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ചു ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരേണമെന്നും സകല സഹിഷ്ണുതയ്ക്കും ദീർഘക്ഷമയ്ക്കുമായി അവന്റെ മഹത്വത്തിന്റെ വല്ലഭത്വത്തിന് ഒത്തവണ്ണം പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി നമ്മെ പ്രാപ്തരാക്കുകയും നമ്മെ ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് വിടുവിച്ച് തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെക്കുകയും ചെയ്ത പിതാവിന് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകേണം എന്നും അപേക്ഷിക്കുന്നു. അവനിൽ നമുക്ക് പാപമോചനം എന്ന വീണ്ടെടുപ്പുണ്ട്. അവൻ അദൃശ്യനായ ദൈവത്തിന്റെ പ്രതിമയും സർവ സൃഷ്ടിക്കും ആദ്യജാതനുമാകുന്നു. സ്വർഗത്തിലുള്ളതും ഭൂമിയിലുള്ളതും ദൃശ്യമായതും അദൃശ്യമായതും, സിംഹാസനങ്ങളാകട്ടെ, കർത്തൃത്വങ്ങളാകട്ടെ, വാഴ്ചകളാകട്ടെ, അധികാരങ്ങളാകട്ടെ, സകലവും അവൻ മുഖാന്തരം സൃഷ്ടിക്കപ്പെട്ടു. അവൻ മുഖാന്തരവും അവനായിട്ടും സകലവും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. അവൻ സർവത്തിനും മുമ്പേയുള്ളവൻ. അവൻ സകലത്തിനും ആധാരമായിരിക്കുന്നു. അവൻ സഭ എന്ന ശരീരത്തിന്റെ തലയുമാകുന്നു. സകലത്തിലും താൻ മുമ്പനാകേണ്ടതിന് അവൻ ആരംഭവും മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യനായി എഴുന്നേറ്റവനുമാകുന്നു. നിങ്ങൾക്കറിയാമോ, മുഴുവൻ സൃഷ്ടികളും, നമ്മൾ ജീവിക്കുന്ന സൃഷ്ടികൾ
ആ സൃഷ്ടികൾ പുത്രന്മാരാൽ ആ വിടുതൽ പ്രാപിക്കുകയാണ്. അതുകൊണ്ടാണ് അവർ പ്രത്യാശയോടെ പുത്രന്മാരുടെ വെളിപ്പാടിനായി കാത്തിരിക്കുന്നത്. ഇതെല്ലാം ശരിയായ രീതിയിൽ വരുന്നത് പുത്രന്മാരിലൂടെയാണ്. മുന്നോട്ട് നമുക്ക് വായിക്കാം. ഇതിന്റെ 24-ാം വാക്യം ഇവിടെ എഴുതിയിരിക്കുകയാണ്: ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടിയുള്ള കഷ്ടാനുഭവങ്ങളിൽ സന്തോഷിച്ച് ക്രിസ്തുവിന്റെ കഷ്ടങ്ങളിൽ കുറവായുള്ളത് എൻ്റെ ജഡത്തിൽ സഭയായ അവന്റെ ശരീരത്തിന് വേണ്ടി പൂരിപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ദൈവം എനിക്ക് നൽകിയിരിക്കുന്ന ഉദ്യോഗപ്രകാരം ദൈവവചന ഘോഷണം നിവർത്തിക്കേണ്ടതിന് ഞാൻ സഭയുടെ ശുശ്രൂഷകനായിരിക്കുന്നു. അത് പൂർവ്വകാലങ്ങൾക്കും തലമുറകൾക്കും മറഞ്ഞു കിടന്ന മർമ്മമെങ്കിലും ഇപ്പോൾ അവന്റെ വിശുദ്ധന്മാർക്ക് വെളിപ്പെട്ടുമിരിക്കുന്നു. അവരോട് ജാതികളുടെ ഇടയിൽ ഈ മർമ്മത്തിന്റെ മഹിമാധനം എന്തെന്നറിയിപ്പാൻ ദൈവത്തിന് ഇഷ്ടമായി. ആ മർമ്മം മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിലിരിക്കുന്നു എന്നുള്ളത് തന്നെ. യേശു ക്രിസ്തു രാജാക്കന്മാരുടെ രാജാവ് എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. യേശു ക്രിസ്തു അവന്റെ സമയത്ത് പറഞ്ഞു മറിയമിനോട്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്? അത് എന്തായിരുന്നു അവിടെ പ്രശ്നത്തിലായിരുന്നത്? അവൾ എന്തിന്റെ ചിന്തയിലായിരുന്നു? അവളുടെ സഹോദരൻ മരിച്ചിരുന്നു. യേശു അവളോട് പറയുകയാണ്, ഞാൻ നിന്നോട് പറഞ്ഞില്ലേ നീ വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുമെന്ന്? അവൻ പറയുകയാണ്, സ്വർഗീയമായ രീതി നീ കാണുവാനിടയാകും. യേശു ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു നിങ്ങളിൽ ജീവിക്കുന്നു. ആ വിശ്വാസത്തിലൂടെ അവന്റെ രീതി, അവന്റെ നന്മകൾ അവന് പ്രകടമാക്കുവാൻ സാധിക്കും. ഒരുപാട് പ്രാവശ്യം സാത്താൻ ആ വ്യാജത്തിന്റെ വിത്ത് വിതയ്ക്കാറുണ്ട്. സ്വർഗീയ പിതാവിന്റെ ചിത്രം നമ്മുടെ ഹൃദയത്തിലുള്ളതിനെ അവൻ അതിനെ തെറ്റാക്കി ചിത്രീകരിക്കാൻ കാണിക്കുന്നു. നമ്മൾ പറയും, സ്വർഗീയ പിതാവ് എനിക്ക് വേണ്ടി നല്ലവനല്ല. നിങ്ങൾ ആ പഴയതിനെ കേൾക്കുന്നുവെങ്കിൽ, നിങ്ങൾ പുതിയതിലല്ല എങ്കിൽ ആ എല്ലാ കുറ്റവും നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാനിടയാകും. പിതാവ് പറയുകയാണ്, ഞാൻ അങ്ങനെയല്ല. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, ഒരു രാത്രിയിൽ ഞാൻ ഈ ശബ്ദം കേട്ടു. സ്വർഗീയ പിതാവ് പറയുകയാണ്, നന്ദി, നീ എന്നെ ഇത്ര നന്നായി ചിത്രീകരിച്ചതിന്. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ശരിയായ രീതി പ്രവർത്തിക്കുവാൻ നിങ്ങൾ അനുവദിക്കാൻ സാധിക്കുന്നത്? ഏറ്റവും ആദ്യം നിങ്ങൾ ആ വചനത്തെ നോക്കണം, ആ സത്യം, നിങ്ങളെക്കുറിച്ചുള്ള സത്യത്തെ നോക്കണം. ഇത് എന്റേതാണ്, ഇതൊരു കണ്ണാടി പോലെയാണ് ഇതിൽ നമ്മൾ നോക്കുന്നത്. ആ ക്രൂശിലൂടെ ഞാൻ ശരിയായ രീതി എൻ്റെ ജീവിതത്തിൽ കാണുകയാണ്. പിന്നെ നിങ്ങൾ ആ വചനം സ്വീകരിക്കണം, ആ സത്യത്തിൽ വിശ്രമിക്കണം. നിങ്ങളുടെ ഹൃദയം കൊണ്ട് നിങ്ങൾ വിശ്വസിക്കുമ്പോൾ നിങ്ങൾ ഏറ്റുപറയുന്ന ഏറ്റുപറച്ചിൽ അത് വിശ്വാസത്താലായിരിക്കും. അത് സ്വാഭാവികമായി പുറത്തേക്ക് വരുവാനിടയാകും. മുന്നോട്ട് എഴുതിയിരിക്കുകയാണ് ഈ 28-ാം വാക്യത്തിൽ ഉള്ളത്: അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന്. ഇതിൽ എഴുതിയിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾ ആ ക്രിസ്തുവിന്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ള പരിപൂർണതയിൽ തികഞ്ഞവരാകണം. യേശു ക്രിസ്തു മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തു എന്റെയും നിങ്ങളുടെ ഉള്ളിൽ ജീവിക്കുന്നു. എല്ലാ പ്രാവശ്യവും നമ്മൾ വചനം കേൾക്കുമ്പോൾ നമ്മൾ ഈ സത്യത്തിൽ ഉണരുകയാണ്. രണ്ട് മേഖലയുണ്ട്. ആദമിന്റെ തലമുറ പാപത്തിന്റെയും മരണത്തിന്റെയും മേഖലയിലാണ്. അവിടെ എല്ലാം പ്രശ്നത്തിലാണ്. ഏത് നിമിഷം എന്റെയും നിങ്ങളുടെ വീണ്ടും ജനം നടന്നോ, നമ്മൾ ആ പുതിയ ബീജത്താൽ ജനിച്ചിരിക്കുന്നു. നീതി നമ്മുടെ പ്രവൃത്തികൾ മൂലം നമ്മൾ പ്രാപിക്കുന്നതല്ല, നമ്മൾ നീതിയിലാണ് ജനിച്ചിരിക്കുന്നത്. നീതിയുടെ അർത്ഥം ഇതാണ്: നമ്മൾ ദൈവത്തിന് മുമ്പിൽ നീതിമാന്മാരാണ്. നീതിയാലാണ് കൃപ വരുന്നത്. ആ കൃപയാണ് എല്ലാ കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് കൊണ്ടുതരുന്നത്. പരിശുദ്ധാത്മാവ് ഈ സമയത്ത് അവൻ നമുക്ക് വേണ്ടിയുണ്ട്. അവൻ നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ ഹൃദയത്തെ അവൻ പുതിയതാക്കുകയാണ്. പുതിയ കാര്യങ്ങൾ പിതാവിൻ്റെതെല്ലാം അവൻ നമുക്ക് പ്രകടമാക്കുകയാണ്. പിതാവിൻ്റെതായിട്ടുള്ളതെല്ലാം അവൻ നമുക്ക് തരാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളെയും മുന്നമേ നമ്മുടേതായിട്ടുള്ളത് അവൻ നമുക്ക് പ്രകടമാക്കി തരികയാണ്. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ഹൃദയത്തെയും ചിന്തകളെയും പുതിയതാക്കുകയാണ്. ഇനി നമ്മൾ ആദത്തിൽ നിന്നുള്ളവരല്ല, യേശു ക്രിസ്തുവിൽ നമ്മൾ പ്രിയ പുത്രന്മാരാണ് പിതാവിന്റെ. ഒരു പുതിയ പ്രമാണം എൻ്റെ ഉള്ളിലുണ്ട്, ജീവന്റെ പ്രമാണം. പരിശുദ്ധാത്മാവിനാൽ എല്ലാ സത്യങ്ങളും അതെനിക്ക് പ്രകടമാക്കി തരികയാണ്. ഇനി അത് ആകാൻ ഞാൻ ശ്രമിക്കുകയല്ല, ഞാൻ ആ സത്യത്തിൽ വിശ്രമിക്കുകയാണ്. ഞാനിപ്പോൾ കാണുകയാണ്, പിതാവ് അവൻ്റെ ആ എല്ലാ പ്രശ്നങ്ങളെയും ക്രൂശിലെടുത്തു. അവൻ്റെ ശരിയായ രീതി എൻ്റെ ജീവിതത്തിലേക്ക് തന്നു. ആ വിശ്രമത്തിൽ ആയിരിക്കുന്നതിലൂടെ എല്ലാ കാര്യങ്ങളും ലഭിക്കുവാനിടയാകുകയാണ്. അവൻ ഇത് മാത്രമാണ് ആഗ്രഹിക്കുന്നത്, നമ്മൾ അവൻ്റെ നന്മകൾ നമ്മുടെ ജീവിതത്തിലുള്ളത് നമ്മൾ കാണുക. അതുകൊണ്ട് നമ്മൾ കണ്ണാടി വചനം അത് നമ്മൾ എന്നും നോക്കണം. ഞാൻ ക്രിസ്തുവിന്റെ ശരീരത്തിനായി നന്ദി അർപ്പിക്കുകയാണ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് തന്നെത്താൻ കാണാൻ സാധിക്കാത്തത് ആ ദേഹത്തിൽ അത് പ്രകടമാവുകയാണ്. ഒരു കണ്ണന് ഒരിക്കലും ഒരു വിരലിനോട് നിന്റെ ആവശ്യം എനിക്കില്ല എന്ന് പറയാൻ സാധിക്കില്ല. ഞാൻ ആ സ്വാതന്ത്ര്യം കണ്ടപ്പോൾ, ഞാൻ സത്യത്തിൽ ഉണർന്നപ്പോൾ, ഈ പ്രശ്നം എൻ്റെ ജീവിതത്തിൽ ഈ മേഖലയിൽ ഉണ്ട് എന്ന്, അത് ക്രൂശിൽ പോയിരിക്കുകയാണ് എന്ന്, പിന്നെ ഞാൻ ആ സത്യത്തിൽ പ്രവേശിക്കുവാനിടയായി. ഇത് എത്ര ലാളിത്യമുള്ളതാണ് നോക്കുക. വചനത്തെ പിടിച്ചുകൊള്ളുക, സമാധാനത്തിൽ നിലനിൽക്കുക, എല്ലാം നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. നിങ്ങൾ ആദമിൽ നിന്നുള്ളവരല്ല, നിങ്ങൾ പുതിയ സൃഷ്ടികളാണ്. നിങ്ങൾ സംശയത്തിന്റെ കീഴിലല്ല, നിങ്ങൾ ഏക മനസ്സുള്ളവരാണ്. ഏക ചിന്തയാണ് നിങ്ങളുടെ ഉള്ളിലുണ്ടാവുന്നത്. എല്ലാം പുത്രനെ കുറിച്ചുള്ളത്. അതൊരു പുതിയ സൃഷ്ടിയാണ്, പുതിയ ജാതിയാണ്. ആ ബീജത്തിന്റെ സ്വഭാവമാണ് നമ്മൾ ജന്മത്താൽ തന്നെ നമ്മൾ നീതി പ്രാപിക്കുകയാണ്. ആ നീതിയിലൂടെ കൃപ
നമ്മൾക്ക് ലഭിക്കുകയാണ്. അതിൽ എല്ലാ വസ്തുക്കളും നമ്മൾ പ്രാപിക്കുവാനിടയായിത്തീരും. എത്രയധികം നമ്മൾ നമ്മുടെ പ്രാണനെ പുതിയതാക്കുന്നുവോ ആ ജീവന്റെ പ്രകടനം നമുക്ക് പിന്നെ നമ്മുടെ ശരീരത്തിൽ കാണാൻ സാധിക്കും. അനേകർ അവരുടെ ശരീരത്തിൽ സൗഖ്യം പ്രാപിക്കുന്നു. നിങ്ങളുടെ ബന്ധങ്ങളിൽ, നിങ്ങളുടെ സാമ്പത്തിക മേഖലയിൽ അങ്ങനെയാണ് സ്വർഗരാജ്യം പ്രവർത്തിക്കുന്നത്. നമ്മൾക്ക് പരിശുദ്ധാത്മാവുമായി കൂട്ടായ്മ ആചരിക്കുക മാത്രമാണ് ചെയ്യേണ്ടത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നു? അടുത്ത ആഴ്ചയിൽ വേറൊരു പുത്രൻ നമ്മളോട് കൂടെ ഉണ്ടാവും, നിങ്ങളുടെ ഇടയിൽ വരും. നമ്മൾ ഈ വിഷയത്തെക്കുറിച്ച് അധികമായി ആഴത്തിലിറങ്ങും. നമ്മൾ പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ പ്രവൃത്തികൾ മൂലമല്ല നമ്മൾ നീതിയായിരിക്കുന്നത്, നമ്മൾ വിശ്വാസത്താലാണ്. നമ്മൾ എന്തുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്? നമ്മൾ മറ്റുള്ള സ്ഥലങ്ങളിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമ്മുടെ പ്രാണൻ കർമ്മത്തിലായിരുന്നു അധിഷ്ഠിതമായിരുന്നത്. അതുകൊണ്ട് നമ്മൾ നീതിയുടെ തിരിച്ചറിവ് അധികമായി ആഴത്തിൽ നമ്മൾ അതിൽ അടിസ്ഥാനമിടേണ്ടത് ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നീതിയാണ് വിശ്വാസത്താൽ, നിങ്ങളുടെ ജനനം നീതിയിലാണ് നടന്നിരിക്കുന്നത്. ഈ നീതി നിങ്ങളിൽ നിന്ന് ആർക്കും എടുത്തു കളയാൻ സാധിക്കുകയില്ല. ആദം സൃഷ്ടിക്കപ്പെട്ടവനാണ്, പക്ഷെ ഞാനും നിങ്ങളും ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ആദം എങ്ങനെയാണോ അവൻ അങ്ങനെ അതിൻ്റെ സന്തതികൾ, ദൈവം എങ്ങനെയാണോ അതുപോലെയാണ് ദൈവത്തിൻ്റെ സന്തതികൾ. അത് ജീവൻ നൽകുന്ന ആത്മാക്കളാണ്. വരുന്ന ഇന്നത്തെ ആത്മീയയാഗം നമുക്ക് അർപ്പിക്കാം. എനിക്ക് വിശ്വാസമുണ്ട് നിങ്ങൾ എല്ലാവരിലും ഇന്നത്തെ വചനം നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നു. നിങ്ങൾ വിശ്രമത്തിലാണ്. നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ നിറങ്ങൾ, പുതിയ കാലാവസ്ഥകൾ കാണാൻ പോവുകയാണ്. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവേ, അധികമായ സത്യങ്ങൾ നിങ്ങൾ പുത്രന്മാർക്ക് പ്രകടമാക്കാൻ പോകുന്നതിനായി നന്ദി. എല്ലാ പ്രശ്നങ്ങളും അങ്ങയുടെ ശരിയായ രീതി അവരുടെ ജീവിതത്തിൽ വരുന്നതിനായി നന്ദി. ഈ വർഷം നമ്മൾ മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് നിങ്ങളുടെ സ്വർഗീയ ശാന്തി ഇവരുടെ ഹൃദയങ്ങളിൽ നിറഞ്ഞുകൊണ്ടേയിരിക്കും. പിതാവേ, ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. അങ്ങ് ഞങ്ങളെ ജന്മത്താൽ തന്നെ നീതിമാന്മാരാക്കി യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ. എങ്ങനെ യേശുവെ അങ്ങായിരിക്കുന്നു അതേ സ്വഭാവം ഇപ്പോൾ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിലുണ്ട്. യേശുവെ, നിങ്ങൾ പറയുക, യേശുവെ അങ്ങയുടെ മഹാപുരോഹിതനാണ്. ഇന്നത്തെ ആത്മീയ വളർച്ച എൻ്റെ പ്രാണനിൽ വചനം കേട്ടതിലൂടെ വന്നതിൻ്റെ എല്ലാ ഉണർവും എൻ്റെ പ്രാണനിൽ വന്നത് എൻ്റെ തിരിച്ചറിവിനെ കുറിച്ചുള്ളതിൽ എവിടെയൊക്കെ പ്രശ്നമുണ്ടായിരുന്നോ അവിടെ ശരിയായ രീതി വന്നതിനായി ഞാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു. നിങ്ങൾ എവിടെയായിരിക്കുന്നോ അവിടെ നന്ദി അർപ്പിക്കുക. എന്തുകൊണ്ടെന്നാൽ അതിനെ ഒരിക്കലും മോഷ്ടിക്കപ്പെടുകയില്ല. അത് നിങ്ങൾക്കിനി അധികമായി വളർന്നുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ലഭിക്കുവാനിടയാകും. Thank you for the increase, Jesus. I just thank you so much. I thank you so much. I love you so much. I thank you that you're removing all the slandering from people's eyes about you, Father. Holy Spirit, you're bringing in your goodness. You're repainting their image of the way they see you, Father, in every area. I thank you for your goodness this year in beloved's life. In Jesus' name, amen. Amen.